Good evening, everyone. Myself, Nazia Kunnumal, Overseas Executive Director, IAGC. ഞാനിവിടെ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഡോക്ടർ VBM റിയാസ് സർ, ചെയർമാൻ ഓഫ് IAGC, അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഡോക്ടർ ആദിത്യ മാമിനെ കുറിച്ചും അവരുടെ അക്കാഡമിക് പ്രൊഫൈലിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഇബ്രാഹിം മജീദും ജെറിനും മറ്റുള്ള ഫെസിലിറ്റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. താങ്ക് യു. Hello everyone, good morning, good afternoon and good evening. Greetings of the day. നമ്മുടെ ഇന്നത്തെ IAGC മന്ത്ലി വെബിനാർ നമ്മൾ 8 മണിക്ക് പറഞ്ഞു. ഒരു 10 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓരോരുത്തരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം 20ഓളം പേര് ഇപ്പോൾ ജോയിൻഡ് ആയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ആദിത്യയാണ് ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ്, നമ്മുടെ ടുഡേസ് monthly webinar faculty. She is basically a graduate in Ayurvedic medicine and a postgraduate in psychiatry. BAMS കഴിഞ്ഞാൽ ആയുർവേദിക് സൈക്യാട്രിയിൽ ഓൾ ഇന്ത്യ ലെവലിൽ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം 6 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗ്രാജുവേഷന് ശേഷം അത് വളരെ കാലികമായ ഒരു വിഷയത്തിൽ ഏത് സമയത്തും എപ്പോഴും 24 മണിക്കൂറും ചർച്ച ചെയ്താൽ ശാരീരികവും മാനസികവുമായ വിഷയങ്ങളെ വിശകലനം ചെയ്യുന്ന വിഷഗ്വരന്മാർക്കുള്ള സാധ്യത വളരെ വലുതാണ്. അതിൽ വളരെ കുറഞ്ഞ സീറ്റുകളുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള വളരെ പരിമിതമായ സീറ്റുകളിൽ ക്വാളിഫൈഡ് ആയി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഡോക്ടർ ആദിത്യ. IAGCയുടെ തുടക്കകാലം മുതൽ നമ്മുടെ ഒരു മെമ്പറും ഇപ്പോൾ ഒരു പ്രിവിലേജ് മെമ്പറും ഒരു ഫാക്കൽറ്റി മെമ്പർ കൂടിയായിട്ട് ഡോക്ടർ ആദിത്യ മാറിയിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടൊരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മളിലേക്ക് ഡോക്ടർ ആദിത്യ എത്തിക്കുന്നത്. കാലികമായ സബ്ജക്ട്സ് എടുത്ത് പരിശോധിച്ചാൽ 1057 സ്കൂൾസാണ് കേരളത്തിൽ ലഹരി മാഫിയകളുടെ വലയിൽപ്പെട്ടിരിക്കുന്നതെന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടിയിൽ 2019 ശേഷം കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ലഹരി ബേസ്ഡ് ആയിട്ടുള്ള കേസുകൾ NDPS ആക്ട് പ്രകാരം, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള കേസുകൾ 46,000ഓളം കേസുകളാണ് 2022 ഓഗസ്റ്റ് മാസം വരെയും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നത്. 1057 കുട്ടികൾ ലഹരി മാഫിയകളുടെ വലയിലാണ് എന്നല്ല ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. 1057 കറക്റ്റ്. 1057 സ്കൂൾസ് ആണ്. എത്രത്തോളം ഭീകരമാണ് അവസ്ഥകൾ എന്ന് നാം പഠിക്കണം, മനസ്സിലാക്കണം. മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റേറ്റേഴ്സ്, മെന്റേഴ്സ്, ട്രെയിനേഴ്സ്, സോഫ്റ്റ് സ്കിൽ ആൻഡ് മോട്ടിവേഷണൽ ഫാക്കൽറ്റീസ്, മെഡിക്കൽ ഡോക്ടേഴ്സ്, സൈക്യാട്രിക് നഴ്സസ്, സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ് എന്നിങ്ങനെയൊക്കെ പോയാൽ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് വലിയ സമൂഹം, അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രൊഫഷണൽ ടീം IAGCയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. വരുന്ന മാസം ജമ്മു ആൻഡ് കാശ്മീർ, ബീഹാർ, അതോടൊപ്പം വെസ്റ്റ് ബംഗാൾ 3 സ്റ്റേറ്റ്സ് കമ്മിറ്റി ഫോർമേഷൻ നടക്കാൻ പോവുകയാണ് നെക്സ്റ്റ് മന്തിൽ, മെയ് മാസത്തിൽ. IAGC ഇങ്ങനെ വളരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം കുറയുന്നില്ല, ദിവസവും കൂടി വരികയാണ്. അപ്പൊ ഇത്തരം ഒരു വിഷയത്തിൽ നാം വളരെ ഗഹനമായൊരു പഠനം ഇന്ന് നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളിൽ എത്തുകയും ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വളരെ കൃത്യമായി നമുക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റുകയും വേണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നറിയിക്കുന്നതോടൊപ്പം ഇന്ന് വെബിനാറിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഓവർസീസ് ഗ്രൂപ്പിൽ യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യും. പ്രത്യേകിച്ചും നമ്മുടെ വെബിനാറുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓവർസീസ് കമ്മിറ്റിയാണ്. അതിൽ ഓവർസീസ് പാട്രൺ പ്രൊഫസർ ഡോക്ടർ ഹംസകുട്ടി, അതോടൊപ്പം തന്നെ ഓവർസീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാസിയ മാം വളരെ ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ സെമിനാർസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നിട്ടുള്ള ആളാണ്. കൗൺസിലിംഗ് മേഖലയിൽ ടോക്ക് ലൈൻ ഫെസിലിറ്റേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് കോഴ്സസ്, ടെലിഫോൺ സംവിധാനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അകലയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന് സമാധാനം കൊടുക്കാൻ പറ്റുക എന്ന വിഷയത്തിൽ പഠനങ്ങൾ നടത്തുകയും അത്തരം വിഷയങ്ങൾ
കോഴ്സ് കണ്ടക്ട് ചെയ്ത് ഒരുപാട് പേരെ ഉദ്ധരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത്തരം കോഴ്സുകൾ IAGC പ്ലാൻ ചെയ്യുന്നുമുണ്ട്. അത് സമയാസമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കും. അതൊക്കെ ഓൺലൈനിൽ എങ്ങനെയായിട്ട് കേസ് എടുക്കാൻ പറ്റുക, അതിന്റെ സാധ്യതകളൊക്കെ അപ്പോൾ നമുക്ക് പഠിക്കാനും പറ്റും. എനിവേ, മനോഹരമായ ഒരു സെഷൻ ഇവിടെ നടക്കാനിരിക്കുന്നു. ഓവർസീസ് കമ്മിറ്റി ഈ വെബിനാർ ഹോസ്റ്റ് ചെയ്യുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ സദസ്സിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ IAGC മെമ്പേഴ്സിനും ആദ്യം തന്നെ സഹർഷം സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ചീഫ് ഫാക്കൽറ്റി ഇന്നത്തെ സെഷൻ നയിക്കാൻ നമ്മോട് ചേർന്നിട്ടുള്ള IAGC പ്രിവിലേജ് മെമ്പറും ഫാക്കൽറ്റി മെമ്പർ കൂടിയായ ഡോക്ടർ ആദിത്യയെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഇബ്രാഹിം. Hello. Good evening, everyone, and thank you so much, Dr. Riyaz sir. അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജെറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അതിന് മുൻപേ തന്നെ എൻ്റെ പേര് ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. കൂടാതെ തന്നെ നമ്മൾ IAGC ഓവർസിയസിന്റെ ഇവന്റ് കോർഡിനേറ്ററും കൂടിയാണ്. സോ ഞാൻ വൺസ് അഗൈൻ വെൽക്കം ടു ജെറിൻ ഫോർ നമ്മളുടെ ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു വൺസ് അഗൈൻ എവ്രിവൺ. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. ഐ എം എ പ്രൗഡ് മെമ്പർ ഓഫ് IAGC ആൻഡ് ഓൾസോ ഓവർസീസ് ഗ്ലോബൽ ഓപ്പറേഷൻസ് അസിസ്റ്റന്റ്. ഇന്ന് നമ്മളിപ്പോൾ ഈ വെബിനാറിൽ ഒത്തുചേർന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അവയർനെസ് ആൻഡ് ആക്ഷൻ, പാരന്റൽ കൗൺസിലിംഗ് ഫോർ അഡോൾസെന്റ് സബ്സ്റ്റൻസ് അബ്യൂസ്. നമ്മുടെ കുട്ടികളെ അപകടകരമായ ചെയ്തികളിൽ നിന്ന് സംരക്ഷിക്കുക, അതിനായി മാതാപിതാക്കളെ കൂടുതൽ ബോധവാന്മാരാക്കുക എന്നതാണ് നമ്മുടെ സദസ്സിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ ഗൗരവമുള്ള വിഷയത്തിലേക്ക് നമുക്ക് വഴികാട്ടാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഡോക്ടർ ആദിത്യ KS ആണ്. ഡോക്ടർ ആയുർവേദത്തിൽ BMS MD ബിരുദങ്ങൾ നേടി മാനസികാരോഗ്യവും കൗൺസിലിംഗും ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാഡം VIF-ൽ സീനിയർ ഫിസിഷ്യൻ ആയിട്ട് സേവനം ചെയ്യുന്നു. ഡോക്ടർ ആദിത്യയ്ക്ക് 3 വർഷത്തിലേറെ മനോരോഗ ചികിത്സയിലെ പരിചയമുണ്ട്. കൗൺസിലിംഗ്, മെഡിറ്റേഷൻ, CBT അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നിവയിലുള്ള അവരുടെ പ്രാവീണ്യം വളരെ ശ്രദ്ധേയമാണ്. വിവിധ ക്ലിനിക്കൽ ഗവേഷണങ്ങളിലും സാമൂഹ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും അവർ സജീവ പങ്കാളിയാണ്. ഇത്തരം ഒരു വിഷയത്തിൽ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള അറിവും പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും നൽകാൻ കഴിയുന്ന ഏറ്റവും യോജിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ആദിത്യ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഡോക്ടർ ആദിത്യയെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ദ വണ്ടർഫുൾ വെബിനാർ. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ യുവർ വാല്യുബിൾ സ്പീച്ച്. Thank you, Jerin. Thank you. So can I start? Yes, ma'am. I hope so. Yes, ma'am. Yes, ma'am. Yes, ma'am. Yes. Okay. So I'm trying to share my slides. Visible ആണോ? Screen visible ആണോ? ഇല്ല മാം, സ്ക്രീനിൽ വന്നില്ല. Okay. ഏതെങ്കിലും ഒന്ന് സ്ലൈഡ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അത് ഡിസ്പ്ലേ പോലെ കാണുന്നുണ്ട്. യെസ്, ക്ലിയർ. ക്ലിയർ ആണല്ലോ അല്ലേ? സ്ലൈഡ്സ് ക്ലിയർ ആണല്ലോ അല്ലേ? യെസ് മാം. ഓക്കെ. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. എനിവേ, ഇങ്ങനത്തെ ഒരു പ്രത്യേക ടോപ്പിക് എനിക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ IAGC-യുടെ എല്ലാ കോർ മെമ്പേഴ്സിനും, ഈ ഒരു അവസരം തന്ന എല്ലാ കോർ മെമ്പേഴ്സിനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ വളരെയധികം ഈ ഒരു അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു ഈ ഒരു അഡോളസെന്റിന് ഇടയ്ക്കുള്ള ഈ ഒരു സബ്സ്റ്റൻസ് യൂസുകളിൽ ഇത്രയധികം ഒരു ഹൈക്ക് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഡയറക്ട്ലി എന്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ സെഷനിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. സോ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ കുട്ടികൾക്കാണല്ലോ ഇത് ബാധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പാരന്റ്സ് അല്ലേ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നൊരു ചർച്ച വളരെയധികം വന്നിട്ടുണ്ടായി. അതിനപ്പുറം ഇത് ടീച്ചേഴ്സ് ആണ് റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ മറ്റ് മാഫിയകൾ, ഇങ്ങനത്തെ ലഹരി മാഫിയകളാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായി. എന്നിരുന്നാലും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ, ആസ് എ പാരന്റ് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. സോ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ടോപ്പിക്കിലൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ എംപവറിംഗ് പാരന്റ്സ് ടു പ്രിവെന്റ് ആൻഡ് അഡ്രസ് അഡോളസെന്റ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്നതാണ് ഇന്നത്തെ ഒരു കോർ തീം എന്ന് പറയുന്നത്. സോ ഞാൻ ഡോക്ടർ ആദിത്യ, വൈദ്യരത്നം ആയുർവേദ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ ഒല്ലൂർ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു അഡോളസെന്റ് ഏജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ
അറിയാലേ, ഒരു വൾണറബിൾ പീരീഡ് ആണെന്ന് പറയാം. അതായത് നമുക്കിപ്പോ പൊതുവെ കുട്ടികളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് പൊതുവെ എല്ലാവരും. അതിൽ തന്നെ ഒരു കൗമാരപ്രായം എത്തിയവരെ അവരൊരു തലവേദന തന്നെയാണെന്നാണ് പലരുടെയും അഭിപ്രായം. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിറ്റുവേഷൻ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം നമ്മുടെ ഒരു ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 5 വയസ്സ് വരെയുള്ള പ്രായം നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഈ ഒരു അഡോളസന്റ് പീരീഡിൽ ഇതുപോലെ തന്നെ ഒരുപാട് ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു പീരീഡാണ് ഈ അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിന്റെ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പല കാര്യങ്ങളും തിരിച്ചറിവുകളോട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ അതായത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, എന്നാൽ അതനുസരിച്ചിട്ട് അവരുടെ ശരീരം അങ്ങ് വളർന്നിട്ടുമില്ല, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നൊരു അവസ്ഥയിലാണ് ഈ അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്കുകൾ ഏറ്റെടുക്കാൻ ചാൻസ് ഉള്ള ഒരു പീരീഡാണ് അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മളും ഈ ഒരു പീരീഡിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവും, ഒരു സപ്പോർട്ട് ആരുടെയും അടുത്തെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്ന് തോന്നിയിട്ടുണ്ടാവാം. ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹങ്ങൾ പലതും അടുക്കി കൂട്ടി വെച്ച് ഇത് ശരിയാവില്ല എന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല സപ്പോർട്ട് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നോ പാരന്റ്സിന്റെ അടുത്തുനിന്നോ കിട്ടി നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വളർച്ചയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ ഒരു സപ്പോർട്ട് ശരിക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പീരീഡാണ് ഈ ഒരു അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഒരുപാട് എക്സ്പെരിമെന്റേഷൻസ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ് ഈ അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. സോ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ വളരെയധികം ആശങ്കയിലെത്തിച്ചുള്ളൊരു ന്യൂസ് ആയിരുന്നു 1057 സ്കൂളുകൾ ലഹരി മാഫിയയുടെ വലയിൽ എന്നുള്ളൊരു ന്യൂസ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ന്യൂസ്. ഏകദേശം എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും നോക്കൂ, 30-ലേറെ സ്കൂളുകളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 30 എന്ന് പറഞ്ഞ ഏറ്റവും കുറഞ്ഞ നമ്പറാണ്, അത് 100-ന് മേലെ പോയ ജില്ലകളും ഉണ്ട്. ഇത് 2021-22 ഈ ഒരു നാർക്കോട്ടിക് സബ്സ്റ്റൻസ് യൂസിന്റെ ഏകദേശ കണക്കുകളാണ് കാണിക്കുന്നത്. വളരെയധികം കൂടിയ തോതിൽ തന്നെ ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് രേഖകൾ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കോവിഡ് ടൈമിന് ശേഷം ഇതിന്റെ ഉപയോഗം വളരെയധികം ഒരു സർജ് തന്നെ എന്ന് പറയാം, വളരെയധികം കൂടുതലായിട്ടാണ് രേഖകൾ കാണിക്കുന്നത്. പിന്നീട് അത് ചിലപ്പോൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കാം 2023 വളരെയധികം കൂടുതലുണ്ടായി. പിന്നെ ഒട്ടും കുറവല്ല എന്ന രീതിയിൽ 2024 27,530 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാവിധ ജില്ലകളിലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എറണാകുളം, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം എന്നിവയുടെയൊക്കെ രേഖപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ജസ്റ്റ് മിനിറ്റ്, എന്റെ സ്ക്രീൻ ഒന്ന് മിസ്സായി. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു 5 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാള് ഡ്രഗ് അഡിക്റ്റ് ആണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് എന്നാണ് പറയുന്നത്. ഇത്രയും നമ്മളെ ഭയാനകത്തിൽ എത്തിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, അപ്പൊ ഒരു 9 ആള് 10-ൽ ഒരു 9 ആൾക്കും ഈ ഒരു പറഞ്ഞ പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെയധികം കുറെ കാലമായിട്ട് നീണ്ടു നിൽക്കുന്നതും അതേപോലെ തന്നെ അത് നമുക്ക് തുടർന്ന് വീണ്ടും നമുക്ക് വീണ്ടും ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത്. അതായത് ഒരു തവണ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു, ഡിസീസിനെ മാറ്റാൻ ശ്രമിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും അതിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള സാധ്യതകൾ കൂടുതലുള്ളതായിട്ടുള്ള ഒരു സൈക്കോ സോഷ്യൽ ഫംഗ്ഷനിങ്ങിൽ തന്നെ ഇമ്പയർ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളെയാണ് ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു വിഡ്രോവൽ സിംറ്റംസിനെയും ഇതിനെല്ലാം തന്നെ മാറ്റുന്നതിനുള്ള ചികിത്സകൾ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി കുറെ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കേണ്ടത് എന്നല്ലാതെ ഇതിന് ഈ ഒരു കണക്കിന് ഈ ഒരു തോതിന് നമുക്ക് കുറവ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു സത്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇത്തരം നമുക്ക് അവയർനെസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രിവെൻഷൻ ആയിട്ടോ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു മേഖലയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തി വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രസന്റേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഒരു ഇഷ്യൂയുടെ ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കുക, അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ പാരന്റ്സിന് എന്താണ് ഇതിന്റെ റോൾ, അല്ലെങ്കിൽ പാരന്റ്സിനെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കൗൺസിലിംഗ് സ്ട്രാറ്റജീസ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും.
സോ എന്റെ പ്രസന്റേഷൻ 2 പാർട്ടായിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഇസ് അവയർനെസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ ആക്ഷൻ. സോ അവയർനെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലെ കുറച്ച് ടെർമിനോളജീസ് ഒന്ന് പഠിക്കാനുണ്ട് അല്ലെ. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ മാം, സോറി ടു ഇന്ററാക്ട് ഡോക്ടർ. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഓഡിയൻസിലേക്ക് കാണിക്കേണ്ട സ്ലൈഡ് ചേഞ്ച് ചെയ്ത് പോകുന്നില്ല. അതിങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട് ഓഡിയൻസിന്റെ അടുത്ത്. ആണോ? ഓക്കെ, ഞാൻ ഒന്ന് ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ഷെയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾറൈറ്റ് മാം. സ്ക്രീൻ കാണുന്നുണ്ടോ ഇപ്പൊ? കാണുന്നുണ്ട്. ഹലോ, യെസ് യെസ്, കാണുന്നുണ്ട്. ഞാൻ സ്ലൈഡ് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. സ്ലൈഡ് മൂവ് ആവുന്നുണ്ടോ ഇപ്പൊ? യെസ് മാം, ഹലോ, യെസ് മാം, ഇപ്പൊ വന്നു. പാർട്ട് 1 വന്നിട്ടുണ്ട്. യെസ്, നൗ ദ മൂവ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മള് ടെർമിനോളജീസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടേംസ് നമുക്കൊന്ന് ഇതിനോടനുബന്ധിച്ച് കുറച്ചൊന്ന് പരിചയപ്പെടാം. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കാലമായിട്ട് നമ്മുടെ കൂടെ നിന്ന് പോകുന്ന ആ ഒരു ഡ്രഗിലേക്ക് നമ്മളെ കൂടുതൽ ആസക്തി ഉണ്ടാക്കുന്ന, അത് ഒരു ഹാർംഫുൾ ആയിട്ടുള്ള സാധനമാണെന്ന് നമുക്ക് അറിയാം, എന്നിട്ടും അതിനോട് ആസക്തി ഉണ്ടാക്കുന്ന രീതിയിൽ അതിനോട് തോന്നുന്ന ഒരു ആസക്തി തന്നെയാണ് അഡിക്ഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ട് നമ്മുടെ ശരീരം ആ ഒരു വസ്തുവിനോട് ഡിപ്പെൻഡ് ആയിപ്പോയി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതിന്റെ എന്തെങ്കിലും ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളത് നിർത്തുകയോ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങളായിട്ട് പ്രകടിപ്പിച്ചു കൊടുക്കും. ഈ ഒരു അവസ്ഥയാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ടോളറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡോസ് ഡ്രഗ് ഒരു പ്രത്യേക എഫക്ട് തരുന്നുണ്ടെന്ന് വിചാരിക്കാം. അതേ ഡോസ് നമ്മൾ നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോൾ ആ ഒരു എഫക്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് വേണ്ടി വരുന്നു ആ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. വിഡ്രോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറെ തരം സിംറ്റംസ് കാണിക്കുകയാണ്. അതായത് ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാൾ അത് പെട്ടെന്ന് നിർത്തുകയോ അല്ലെങ്കിൽ അതിന്റെ ഡോസ് കുറയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് കുറെ ശാരീരികവും മാനസികമായിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നു. ഇതിനെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഡ്രഗ് അബ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഇല്ലീഗൽ ആയിട്ട് അഡിക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഹാർംഫുൾ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രഗുകളെ കൂടുതലായി യൂസ് ചെയ്യുന്നതിനെയാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഡ്രഗ് മിസ്യൂസ് എന്ന് പറയുമ്പോൾ അതായത് അതിന്റെ ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ ഒരു നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം, അതിനെ നമ്മൾ വേറൊരു തരത്തിൽ യൂസ് ചെയ്യും. ഇതിനാണ് ഡ്രഗ് മിസ്യൂസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് റോങ് ഇൻഡിക്കേഷൻ ആയിട്ടോ ഹയർ ഡോസ് ആയിട്ടോ ഉപയോഗിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഓവർ ഡോസ് ആയിട്ടുള്ള ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എമൗണ്ടിൽ നമ്മുടെ ശരീരത്തിൽ ഒരു എഫക്ട് തരുന്ന ഒരു ഡ്രഗ്, അത് കൂടുതലായിട്ടുള്ള അളവിൽ നമ്മൾ യൂസ് ചെയ്യുക, ഒരു പ്രത്യേക എഫക്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, ഇതിനാണ് ഓവർ ഡോസ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് NDPS ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു വേർഡ് മീനിങ് എന്താന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ആക്ടിനെ കുറിച്ച് പിന്നെ സംസാരിക്കും. അപ്പോൾ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ആൻഡ് സൈക്കോട്രോപിക് ഡ്രഗ്സ് എന്നാണ് ഡ്രഗ് ആക്ട് എന്നാണ് NDPS ആക്ട് എന്ന് പറയുന്നത്. ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
നമ്മൾ ഓപ്പിയോയിഡ് ആയിട്ടുള്ള ഓപ്പിയത്തിന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സുകളെയാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. സെഡേറ്റീവ് അല്ലെങ്കിൽ അനാൾജസിക് എഫക്റ്റ് ആണ് ഇത് സാധാരണയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോ ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തെയും നാഡി ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ദ്രവ്യങ്ങളെയാണ് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ മെന്റൽ ഇൽനെസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് വേറെ തരത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ഡ്രഗ് അബ്യൂസിലേക്ക് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗുകളാണ് ആൽക്കഹോൾ, അതുപോലെ തന്നെ സിഗരറ്റ് യൂസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, കന്നാബിസ്, മെത്താംഫീറ്റാമിൻസ്, LSD, ഓപ്പിയോയിഡ്സ്, കനൈൻ, കൊക്കൈൻസ് ഒക്കെ. ഇനി അവരുടെ ഒരു ജെൻഡർ വൈസ് അവരുടെ ഒരു എന്താ പറയാ പ്രിവാലൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ് വളരെയധികം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന കണ്ടിട്ടുള്ളത് കന്നാബിസ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. കന്നാബിസ് സറ്റൈവ കഞ്ചേവ എന്ന് പറയുന്ന സാധനം. അതിൽ തന്നെ കൂടുതലായിട്ട് മെയിൽസ് ആണ് യൂസ് ചെയ്ത് കാണുന്നത്. ഇനി സ്ത്രീകൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ പെൺകുട്ടികൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കാണുന്നത് ആംഫിറ്റമിൻസ്, ടാബ്ലറ്റ്സ് പോലത്തെ കാര്യങ്ങളാണ്. പിന്നെ ഇത് കൂടാതെ മെയിൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കൊക്കെയിൻസ്, ഒപ്പിയേറ്റ്സ് പോലത്തെ പദാർത്ഥങ്ങളാണ്. ഇനി നമ്മളിപ്പോ ഈ ഒരു എല്ലാ ഇത് കണക്കുകളും നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരിക്കലും ഒരു ഡിക്ലൈൻ ഇതുവരെ വന്നിട്ടില്ല എന്ന രീതിയിലാണ് ഒരു 2021 മുതൽ 25 വരെയുള്ള കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ടുള്ള അവയർനെസ്സിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ സബ്സ്റ്റൻസ് പ്രധാനമായിട്ട് 3 തരത്തിലാണ് പറയുന്നത്. ഒന്ന് ഡിപ്രസൻസ് ആണ്, ചിലത് സ്റ്റിമുലൻസ് ആണ്, ചിലത് ഹാലൂസിനോജൻസ് ആണ്. ഡിപ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയെ ഒന്ന് താഴ്ത്തുന്ന രീതിയിൽ പോകുന്ന മരുന്നുകളാണ് ഡിപ്രസൻസ് എന്ന് പറയുന്നത്. സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റീനെ കുറച്ച് ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ ഒരു ഹൈ ഫീലിംഗ് തരുന്ന ഡ്രഗുകളാണ് സ്റ്റിമുലൻസ് എന്ന് പറയുന്നത്. ചില ഡ്രഗുകൾ ഹാലൂസിനോജൻ എന്നാണ് പറയുന്നത്. ഹാലൂസിനേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമുക്ക് നമ്മുടെ പെർസെപ്റ്റീവ് ആയിട്ടുള്ള സ്കിൽസ്, അതായത് നമുക്ക് സംവേദനക്ഷമതകളുടെ കിട്ടുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് നമുക്ക് അനുഭവം ഉണ്ടാക്കുക. അതായത് കാണാത്ത സാധനങ്ങൾ കാണുക, കേൾക്കാത്തത് കേൾക്കുക എന്നുള്ള രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്ന ഡ്രഗുകളെയാണ് ഹാലൂസിനോജൻസ് എന്ന് പറയുന്നത്. പൊതുവെ ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിന്റെ കാരണങ്ങൾ തേടി പോകുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഡ്രഗ് അബ്യൂസ് അവരുടെ ഇതിന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഗുഡ് എന്ന ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഹൈ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഇൻടോക്സിക്കേഷൻ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ ഒരു ചെയ്തി തുടങ്ങി വെക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായ ഒരു പ്രശ്നം മറക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു കാര്യം എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി നമ്മുടെ ഒരു പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പിയർ പ്രഷറിന്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റേഷന്റെ ടൈം തന്നെയാണ്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റേഷന്റെ ഭാഗമായിട്ടും ഇതുപോലത്തെ സബ്സ്റ്റൻസ് അബ്യൂസുകൾ തുടങ്ങി വെക്കുന്നു. ഇത് കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് മീഡിയയുടെ ഇൻഫ്ലുവൻസ് അല്ലെ. മീഡിയയിൽ ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം അവർക്ക് റീച്ചബിൾ ആണ്. ഗ്ലാമറൈസേഷൻ നമ്മളോട് ഇപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു 90 കിഡ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലരും ആൻസർ പറയുന്നതാണ് നിങ്ങളുടെ റോൾ മോഡൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അമ്മ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു 20 കിഡ്സ് ഒന്നും അത്തരത്തിൽ ഉത്തരം പറയാൻ ചാൻസ് ഇല്ല, വളരെയധികം കുറവാണ് ചാൻസ്. അവര് പറയുന്നത് ചിലപ്പോ എനിക്ക് ഇന്ന സിനിമ നടനെ പോലെ ആവണം, അല്ലെങ്കിൽ ഇന്ന ആക്ടർ നമ്മുടെ സ്പോർട്സ്മാനെ പോലെ ആവണോ, അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ആരോഗ്യ പോലെ ആവാനുള്ള ഒരു ശ്രമം ഇതും ഇതിനൊരു കാരണമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഇമോഷണൽ സ്ട്രഗിൾസ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, പൊതുവെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സ്റ്റിമുലൻസ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഈസി ആക്സസ് എന്ന് പറയുന്നത് ഇതിപ്പോ വളരെ ഈസിയാണ്. ഇപ്പൊ ഉപയോഗിക്കുന്നവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് ഇത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല, നമ്മൾ വേണമെന്ന് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ സാധനം എത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്രയും ഈസി ആക്സസ് ആയിട്ടുള്ള സാധനമാണ്. ഡിജിറ്റൽ മീൻസിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയും ഒക്കെ അത്രയും ഈസിയാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു കാരണമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രീഡിസ്പോസിങ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സന്തുലനാവസ്ഥ അത് തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു വീട്ടിലെ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിങ്ങനെ ഡ്രഗ് അബ്യൂസിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പുവർ ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പ്, ഇതിനിടയ്ക്ക് ഒരു സൂപ്പർവിഷൻ, നമ്മുടെ ഒരു ശ്രദ്ധ അവരിലേക്ക് കിട്ടുന്നില്ല എന്നുള്ള സിറ്റുവേഷൻസിലും ഇതുപോലെ ഈ ഒരു റിസ്ക് ഫാക്ടർ വളരെയധികം കൂടുതലാണ് ആ ഒരു ആസക്തി അവർക്ക് ഉണ്ടായി വരാൻ. അതുപോലെ തന്നെ
പാരന്റിങ്ങിൽ വരുന്ന ചില മിസ്റ്റേക്കുകൾ, അതും നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ആ ഒരു കാര്യവും ഇതിന്റെ റിസ്ക് ഫാക്ടർ ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. പൂർ അച്ചീവ്മെന്റ്സ് ഇൻ ലൈഫ്. ഇപ്പോൾ പലരും പറഞ്ഞേക്കുന്നതാണ്, ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, സ്കൂളിലൊന്നും എപ്പോഴും ഞാൻ ഫസ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര പഠിച്ചിട്ടും അയാൾക്കാണ് ഫസ്റ്റ് ആവുന്നത്. അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ കേട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികളോട് നമ്മൾ പറയുന്നത്, നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വരുന്നത് എന്ന രീതിയിൽ ഒരുപാട് കുത്തുവാക്കുകളാണ് അവർക്ക് വീണ്ടും കേൾക്കേണ്ടി വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൂർ അച്ചീവ്മെന്റ് ഇൻ ലൈഫ് എന്ന ഒരു ഫീലിംഗും റിസ്ക് ഫാക്ടർ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, അവരുടെ സാഹചര്യങ്ങൾ, അവർ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, പിയർ ഗ്രൂപ്പ്സ്, സ്കൂള് ഓർ കമ്മ്യൂണിറ്റി. ഇതും ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനും അവരെ പ്രീഡിസ്പോസിംഗ് ഫാക്ടറിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ് ഈസി അവൈലബിൾ ആവുന്നത് ഒരു പ്രീഡിസ്പോസിംഗ് ഫാക്ടർ ആയിട്ട് എടുക്കുക. പിന്നെ ആന്റി ഡിപ്രസൻസ് പോലുള്ള അല്ലെങ്കിൽ ഒരു മെന്റൽ ഇൽനെസ് ഉള്ള കുട്ടികൾക്ക് ഇതിലേക്ക് എത്താനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ റൂട്ട്സ് നിങ്ങൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓറൽ യൂസ് ഉണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്, പിന്നെ ട്രാൻസ്ഡെർമൽ ആയിട്ട് എടുക്കുന്നുണ്ട്, ഇൻഹലേഷൻ ഉണ്ട്, ഇൻസഫ്ലേഷൻസ് ഉണ്ട്, സബ് ലിംഗ്വൽസ് ആണ് പിന്നെ വേറെ മെത്തേഡ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ആണ് ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിൽ പറയാറുള്ളത്. ഒരു എക്സ്പെരിമെന്റേഷൻ എന്ന രീതിയിൽ തുടങ്ങി അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെഗുലർ യൂസിലേക്ക് പോകുന്നു. അത് ഒരു ഡിപ്പെൻഡൻസ് എന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ടോളറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് പിന്നെ ഒരു അഡിക്ഷൻ എന്നൊരു വേഴ്സ്റ്റ് പോയിന്റിലേക്ക് എത്തുന്നു എന്നാണ് ഇതിന്റെ ഒരു സ്റ്റേജ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് 2 തരത്തിൽ പറയാം. ഫിസിക്കൽ ഡിപ്പെൻഡൻസും സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസും. ഫിസിക്കൽ ഡിപ്പെൻഡൻസിൽ കൂടുതലായിട്ടും കാണുന്നത് ഇതുപോലെ ഒരു കൈ വിറയലോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും വിറയൽ വരിക, ഒരു നൗസിയേറ്റിംഗ് ഫീലിംഗ് ഉണ്ടാവുക, ഛർദ്ദിക്കാൻ വരുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുക, ഉറക്കമില്ലാണ്ടാവുക, നമ്മുടെ വിശപ്പില് പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് ഫിസിക്കൽ ആയിട്ടുള്ള ഡിപ്പെൻഡൻസിന്റെ പൊതുവായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ ഒരുതരം പൊറുതികേട്, ഈ ഒരു സബ്സ്റ്റൻസിനോട് കൂടുതലായിട്ട് ക്രേവിംഗ് കാണിക്കുക, പിന്നെ ഒരു ഡിപ്രഷൻ ഫീലിംഗ്, മൂഡ് സ്വിങ്സ്, ഇതൊക്കെയാണ് പൊതുവായിട്ട് കാണുന്ന സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്. ഇത് ഡ്രഗ്സിനനുസരിച്ച് വ്യത്യാസം വരികയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു 10ൽ 9 കുട്ടികൾ എന്ന രീതിയിൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിന്റെ ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. അപ്പൊ അതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രധാന ക്രൈറ്റീരിയാസ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഒരു വ്യക്തി കൂടുതലായിട്ടുള്ള എമൗണ്ടിൽ ഒരു ഡ്രഗ് എടുക്കുന്നുണ്ടെങ്കിൽ, അത് കട്ട് ഡൗൺ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് ഒരു ക്രേവിംഗ് ആയിട്ട് അവരിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വർക്കുകളെ തന്നെ ഈ ഒരു ക്രേവിംഗ് അവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രശ്നം അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു ഉപയോഗത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി അതൊരു പ്രോബ്ലം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, ഇത് ശരീരത്തിൽ ഒരു ടോളറൻസോ വിഡ്രോവലോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ ഉണ്ട് എന്ന രീതിയിലാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അതായത് ഈ ഒരു 11 ക്രൈറ്റീരിയസ് ഞാനിപ്പോ പറഞ്ഞു, ഇതിൽ 2 എണ്ണം ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ, ഒരു വർഷത്തോളമായി 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഡിസീസിലേക്ക് നമുക്ക് അവരെ കൂട്ടിക്കെട്ടാവുന്നതാണ്. ഇതിൽ തന്നെ 3 തരത്തിൽ പറയാറുണ്ട്. അതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന രീതിയിൽ ഇതിനെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. ഇനി ഇപ്പോൾ അവയർനെസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പദാർത്ഥങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചോ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പാരന്റ്സിന് അവയർനെസ് ഉണ്ടാക്കണമെങ്കിൽ ഇത് എന്താണെന്ന് ആദ്യം നമ്മൾ അറിയണം. അപ്പോൾ അത്തരത്തിൽ കുറച്ച് കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കന്നാബിസ്, അതായത് കന്നാബിസ് സറ്റൈവ എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ പേരാണ്. മരിജുവാന എന്നാണ് ഇതിനെ സായിപ്പന്മാരൊക്കെ വിളിച്ചു പോകുന്നത്. അത് വളരെയധികം കൂടുതൽ, ഞാൻ പറഞ്ഞു കണക്കുകൾ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന സാധനം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു കഞ്ചാവ് എന്ന് പറയുന്ന സാധനമാണ്. കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. ഈ ഹാഷിഷും ചരസും ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ഇതിന് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ട് എന്ന് പറയുന്നത് Delta-9 THC എന്നാണ്. നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൽ ഡിറ്റക്ട് ചെയ്യപ്പെടുന്ന ഒരു ഏജന്റ് എന്ന് പറയുന്നത് ഈ ഒരു THC കോമ്പൗണ്ട് ആണ്. ഇതിന്റെ ഫ്ലവർ, ലീഫ്, ഇങ്ങനെ പല ഭാഗങ്ങളും ഇതിന് ഉപയോഗിച്ച് വരുന്നുണ്ട്. വളരെ പണ്ട് കാലം മുതൽ മനുഷ്യന്മാർ ഈ ഒരു ചെടിയുടെ മുകളിൽ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് രേഖകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് ഇതിന്റെ ഒരുപാട് ക്ലോത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, വേറെ പല ആവശ്യങ്ങൾക്കും
യൂത്തും ഈ ഒരു ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം കൂടി അവസാനം ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഈ ഒരു സെഡേഷൻ അല്ലെങ്കിൽ ഒരു ഹൈഫൈ ഫീലിംഗ് ഉണ്ടാക്കാനുള്ള ഒരു ഡ്രഗ് എന്ന രീതിയിലാണ് ഇപ്പൊ കന്നാബിസ് നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ വ്യാപകമായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ കുറച്ച് സ്ട്രീറ്റ് നെയിംസ് ഉണ്ട്. പോട്ട്, ഗഞ്ച, ഗ്രാസ്, മേരി ജെയിൻ, വീഡ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു പദാർത്ഥത്തെ തന്നെയാണ്. ഇതിന്റെ ഒരു ഇൻടോക്സിക്കേഷൻ സിംറ്റംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ഒരു വായ വരളുന്ന പോലെ ഒരു അവസ്ഥ, അതുപോലെ തന്നെ പെട്ടെന്ന് വിശപ്പ് കൂടിയൊരു അവസ്ഥ, പിന്നെ അതിൽ കുറെ അൾട്രേഷൻസും വരാം. അതുപോലെ തന്നെ കണ്ണ് ചുവക്കുന്നത് പോലെ, കൈ വിറയ്ക്കുന്നത് പോലെ, പിന്നെ ഭയങ്കരമായിട്ടുള്ള ഹേർട്ട് ബീറ്റ് കൂടുന്നത് പോലെ, നമുക്കൊരു കോർഡിനേഷൻ ഇമ്പയർമെന്റ്, നമുക്ക് കോർഡിനേഷൻ കിട്ടാത്തത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുക. ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചറിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരിക, മസിൽ സ്ട്രെങ്ത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരിക. പിന്നെ അതുകൂടാതെ സൈക്കോളജിക്കലായിട്ട് ഒരുപാട് കൺഫ്യൂഷൻ നിറഞ്ഞൊരു ഒരു ചിന്താഗതി ഉണ്ടാവുക, ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ്നെസ് കാണിക്കുക, ഹാലൂസിനേഷൻസ് ഉണ്ടാവുക, ആങ്സൈറ്റി ഫീലിങ്സ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഷോർട്ട് ടേം മെമ്മറീനെ വളരെയധികം ബാധിക്കുന്ന രീതിയിൽ ഉള്ള പെർഫോമൻസ് കാഴ്ചവെക്കുക. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ് കന്നാബിസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇൻടോക്സിക്കേഷൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു യൂസ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഡ്രഗ് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അതായത് ഏകദേശം ഒരു 2 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഒരു സിംറ്റംസ് ഒക്കെ അവർ കാണിച്ചു തുടങ്ങുക. അത് ഒരു ആങ്കർ എന്നതിലൊക്കെ തുടങ്ങി പറയുമ്പോൾ ഡിപ്രസ്ഡ് മൂഡ്, ചിൽസ്, അബ്ഡോമിനൽ പെയിൻ, ട്രമർ, റെസ്റ്റ്ലെസ്നെസ് എന്നൊക്കെ പോയി ഇൻസോംനിയ, ഡിക്രീസ്ഡ് അപ്പറ്റൈറ്റ് വരെ എത്തി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വിഡ്രോവൽ സിംറ്റംസ് ആണ് കന്നാബിസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് MDMA. അല്ലെ, MDMA നമ്മൾ ന്യൂസുകളിലും വാർത്തകളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോ അത് MDMA എന്ന് പറയുന്നത് 3,4-മെത്തിലിഡീൻ ഡയോക്സി മെത്താംഫിറ്റാമിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. കാണാൻ ഇതുപോലെ ഒരു കല്ല് പോലെ പൊടി പോലൊക്കെ ഇരിക്കും. അപ്പൊ ഇതിനെ അങ്ങനെ പേരുകളും വിളിക്കുന്നുണ്ട് കേട്ടോ. കല്ല്, ചില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളും വിളിക്കുന്നുണ്ട്. ഒരു സിന്തറ്റിക് കോമ്പൗണ്ട് ആണിത്. അതായത് മനുഷ്യൻ നിർമ്മിച്ചെടുത്തൊരു സാധനമാണ്. അപ്പോ ഒരു എനർജൈസിങ് എഫക്റ്റ് ആണ് ഇത് തരുന്നത്. അതായത് ഒരു ഹൈ ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്റ്റിമുലന്റ് തന്നെയാണിത്. ഏകദേശം 1912 ഒരു അപ്പറ്റൈറ്റ് സപ്രസന്റ് ആയിട്ടാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത്. ജർമ്മനിയിലാണ് ഇത് ഒരു ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. പിന്നെ 1980 ആയപ്പോഴേക്കും അതൊരു സ്ട്രീറ്റ് ഡ്രഗ് ആയിട്ട് വരികയും പിന്നീട് അത് കുട്ടികളുടെ ഇടയിൽ 1990 ആയപ്പോഴേക്കും കുട്ടികളുടെ ഇടയിൽ അത് ഒരു സ്റ്റിമുലന്റ് ആയിട്ട് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ അതിന് വ്യാപരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കുറച്ച് സ്ട്രീറ്റ് നെയിംസ് നോക്കി കഴിയാം. ആഡം, ബീൻ, ക്ലാരിറ്റി, എക്സ്റ്റസി, ഹഗ് ഡ്രഗ്. ഇതൊക്കെ ഇതിനെ സൂചിപ്പിക്കുന്ന കുറച്ച് കുട്ടി പേരുകളാണ്. നെക്സ്റ്റ് അതിന് ഇൻടോക്സിക്കേഷൻ സിംറ്റംസ് നോക്ക്. ഒരു വരൾച്ച ഫീലിംഗ്, അതായത് ഒരു നമുക്ക് വായിൽ വെള്ളം വറ്റുന്ന പോലെ ഒരു ഡീഹൈഡ്രേഷൻ ഫീലിങ്സ്, ഹൃദയടുപ്പ് കൂടുന്നത് പോലെ ഒരു അവസ്ഥ, ഒരു ഹൈപ്പർ തെർമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ കൂടുന്ന ഒരു അവസ്ഥ, മസിൽ ഏക്കുകൾ, പെയിനുകൾ, ഇൻവോളണ്ടറി ജോ ക്ലെൻസിങ്. ഇപ്പൊ നമുക്ക് ഒരു വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, ഒരു ജോ മൂവ്മെന്റ്സ് ഒരു പ്രത്യേക തരത്തിൽ പിടിച്ചിട്ടുള്ള ഒരു ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഒക്കെ ഒരു കാഴ്ചവെക്കാറുണ്ട്. പിന്നെ യൂഫോറിക് ഫീലിംഗ്, അതായത് കുറച്ചൊരു മാനിയയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഹൈ ഫീലിംഗ് എന്ന് പറയുന്നത് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടല്ലോ, അത്തരത്തിൽ ഉള്ള ഒരു ഫീലിങ്സ്. അപ്പറ്റൈറ്റ് റെഡ്യൂസ് ചെയ്യുക, എനർജിയും കോൺഫിഡൻസ് ഒക്കെ വളരെയധികം കൂടുക, എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് സെക്ഷൽ ഡ്രൈവ്സ് കാണിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇൻടോക്സിക്കേഷൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിന്റെ വിഡ്രോവൽ എന്ന് പറയുന്ന ഒരു ഇത് നിർത്തി കഴിഞ്ഞ ശേഷം ഒരു 12 മണിക്കൂറിന് ശേഷം അവർക്ക് ഈ വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ആങ്സൈറ്റി, കോൺസെൻട്രേഷനിലേക്ക് ബുദ്ധിമുട്ട് വരും, കണ്ണിന്നും മൂക്കുന്നൊക്കെ വെള്ളം വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഇൻസോംനിയ ഉണ്ടാവും, ഉറക്കമില്ലാതിരിക്കുക, ഡിപ്രസീവ് ഫീലിംഗിലേക്ക് പോവുക, അപ്പറ്റൈറ്റ് കുറയുക എന്നുള്ള അവസ്ഥകളിലൊക്കെയാണ് ഇതിന്റെ വിഡ്രോവൽ സിംറ്റംസ് ആയിട്ട് കൂടുതൽ കാണുന്നത്. നെക്സ്റ്റ് വൺ ഇസ് LSD, ലൈസർജിക് ആസിഡ് ഡൈഇഥിൽ അമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. LSD ഇപ്പോ ആസിഡ് എന്ന പേരിലാണ് കൂടുതലായിട്ടും അതിനെ വിളിക്കാറുള്ളത്. ഒരു ഹാലൂസിനോജൻ ആണ് LSD എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കാണാത്തത് കാണുക, കേൾക്കാത്തത് കേൾക്കുക എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത്തരം ഒരുപാട് ഫീലിംഗുകൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് LSD എന്ന് പറയുന്നത്. നമ്മുടെ പെർസെപ്ഷനെ, നമുക്ക് കാര്യങ്ങൾ സംവേദനം ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണിത്. നമ്മുടെ സ്ഥല കാല ബോധത്തെ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു സാധനമാണിത്. അതേപോലെ തന്നെ മൂഡ്, അതായത് ഒരാളുടെ നോർമൽ മൂഡ് ഉണ്ടല്ലോ, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹൈ മൂഡിലേക്ക് എത്തിക്കാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ഇതാകുമ്പോൾ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ പെർസെപ്ഷനിൽ കാണുന്ന ആളുകൾ ചുറ്റുള്ള റിയാലിറ്റിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് ഒരു കമ്മ്യൂണിക്കേഷൻ എറർ ഉണ്ടാക്കും അവിടെ. വളരെ ചുരുങ്ങിയ അളവിൽ തന്നെ ഉപയോഗിച്ചാൽ തന്നെ വളരെയധികം എഫക്റ്റീവ് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരുന്ന ഒരു കോമ്പൗണ്ട് ആണ് LSD എന്ന് പറയുന്നത്. 1938 ഇത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
ഇതിന്റെ ഒരു ഇൻടോക്സിക്കേഷൻ സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ മേജറായിട്ട് നമുക്ക് നോക്കേണ്ട കുറച്ച് പോയിന്റ്സ്: ഡയലേറ്റഡ് പ്യൂപ്പിൾസ്, അതുപോലെ തന്നെ ഡ്രൈ മൗത്ത്, ട്രെമർ ഒക്കെ പറയുന്നുണ്ട്, സ്ലീപ്ലെസ്നെസ് ആൻഡ് വെയ്ക്ക്ഫുൾനെസ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം ഉണ്ടാവില്ല. അത്രയും നേരം എനർജി സസ്റ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയാണല്ലോ. പിന്നെ ഡെലൂഷൻസ്, ചില കാര്യങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന രീതികൾ കാണാറുണ്ട്. യൂഫോറിയ, ഒരു ഹൈ ഫീലിംഗ് കണ്ടിന്യൂസ് സസ്റ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഹൈ ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻസ്, ഒബ്ജക്ട്സ്, മൂവ്മെന്റ്സ്, കളർ, സൗണ്ട്, ഇതെല്ലാം തന്നെ വേറെ ഒരു രീതിയിലായിട്ട് കേൾക്കപ്പെടുക എന്ന് പറയാം. അപ്പൊ ഇതിൽ നിന്നൊരു ഹാലൂസിനേറ്ററി ഫീലിംഗ്, ജോമെട്രിക് ഹാലൂസിനേഷൻ എന്ന് പറയുന്നതാണ്. ഈ ഒരു തരത്തിലായിരിക്കും അവരുടെ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അവർക്ക് കാഴ്ചയിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഏകദേശം ഇതുപോലൊക്കെ കാണുമെന്ന് പറയാം. ഇതിന്റെ വിഡ്രോവൽ സിംറ്റംസിലേക്ക് നോക്കുകയാണെങ്കിൽ മേജറായിട്ട് വരുന്നത് ഈ ഒരു കൺഫ്യൂഷൻ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഫ്ലാഷ് ബാക്സ് പോലുള്ള കാര്യങ്ങളാണ്. അതായത് മുൻപ് ഈ ഒരു ദ്രവ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവർക്ക് ഒരു എഫക്റ്റ് ഒക്കെ ഈ വിഡ്രോവൽ സിംറ്റംസിൽ ഒരു എപ്പിസോഡിക് ആയിട്ട് അവർക്ക് കാണിക്കാൻ സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഡീപേഴ്സണലൈസേഷനും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നോക്കൂ, ഈ പൊതുവെയുള്ള വാർത്തകൾ ഏകദേശം ഞാൻ ഗ്രൂപ്പ് ചെയ്താണ് ഈ 3 അപ്പൊ ഇതിനൊക്കെ ലോങ് ടേം എഫക്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു സൈക്കോസിസിലേക്ക് എത്തിക്കാവുന്ന തരത്തിലാണ് എന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. അതായത് വൺസ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് നിങ്ങൾക്കതൊന്ന് മാറിപ്പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും അറ്റ് ലാസ്റ്റ് ഒരു സൈക്കോസിസ് എന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അസസ്മെന്റ് സ്കെയിൽസ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് മാനേജ്മെന്റ്സ് നോക്കുമ്പോൾ നമുക്ക് 2 തരത്തിലാണ് മാനേജ്മെന്റ്സ് പറയുന്നത്. ഫാർമക്കോ തെറാപ്യൂട്ടിക് ആയിട്ട് മാനേജ്മെന്റ്സ് ഉണ്ടായിരിക്കും, അതായത് മരുന്നുകൾ കൊടുത്ത് മാനേജ് ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ അതല്ലാതെ സൈക്കോ തെറാപ്പികളായിട്ടുള്ള മാനേജ്മെന്റ്സ് വരുന്നുണ്ട്. മരുന്നുകൾ കൊടുക്കുന്നതിന് വളരെയധികം റോളാണ്. കാരണം വൺസ് അകപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് വിഡ്രോ ചെയ്ത് പോരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ലോങ് ടേം മാനേജ്മെന്റ് തന്നെ അവർക്ക് വേണ്ടി വരും. അപ്പോൾ ഇതിന് മരുന്നുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോരുത്തരും ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഫാർമക്കോ തെറാപ്പീസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഫാർമക്കോ തെറാപ്പി അല്ലാത്തത് നോൺ ഫാർമക്കോ തെറാപ്പീസ് അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നതാണ് വേറൊരു വിഭാഗം ചികിത്സ എന്ന് പറയുന്നത്. അവരുടെ സ്ട്രെസ്സിനെ എങ്ങനെ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ റൊട്ടീൻസ് ക്ലിയർ ചെയ്യുക, എക്സസൈസസ് പോലത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഒരു ഐഡിയൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു ഗ്രൂപ്പ് തെറാപ്പിക്ക്, ഇതുപോലെ സഫർ ചെയ്യുന്ന വേറെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് തെറാപ്പി മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുക. ഇത്തരത്തിലാണ് ഈ ഒരു കൗൺസിലിംഗ് ചികിത്സകൾ പോവാറുള്ളത്. അപ്പോ സൈക്കോ തെറാപ്പിയിൽ മെയിൻ ആയിട്ടും CBT, MET, മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി, കണ്ടിജൻസി മാനേജ്മെന്റ്, ഗ്രൂപ്പ് തെറാപ്പി, ഇതൊക്കെ വളരെയധികം എഫക്റ്റീവ് ആയിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നമ്മുടെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ പോലെ തന്നെ ഡയറ്റിനും വളരെയധികം റോൾ ഉണ്ട് ഇതിന്റെ ചികിത്സയിൽ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, അവരുടെ ന്യൂട്രീഷൻ ഒരു ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് വളരെ പൂവറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഒരു പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, നമുക്കറിയാലോ, ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ ബ്രെയിനും അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ ഡയറ്റ് പ്രോപ്പർ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, യോഗയുടെ റോളും ഇതുപോലെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട് യോഗയും ഇത്തരം കണ്ടീഷനുകളിൽ യൂസ് ചെയ്ത് പോരാറുണ്ട്. നെക്സ്റ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിമുക്തി എന്ന് പറയുന്ന ഒരു സംഘടന ഗവൺമെന്റ് ഓഫ് കേരളയുടെയാണ്. ഇതിന്റെ സീരിയസ്നെസ്സും അതിന്റെ അവയർനെസ്സും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. 3 കൗൺസിലിംഗ് സെന്റേഴ്സ് ആണ് മേജർ ആയിട്ട് ഇതിനുള്ളത്: ട്രിവാൻഡ്രം, എറണാകുളം ആൻഡ് കോഴിക്കോട്. അപ്പോൾ ഈ ഒരു നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ആളുകളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച് രേഖകൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഇത്ര വ്യക്തികൾക്ക് സ്വയമോ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. 14 ഡിസ്ട്രിക്റ്റിലും സെപ്പറേറ്റ് നമ്പേഴ്സ് ഉണ്ട്, അവരത് അവിടെ നിന്ന് അവൈലബിൾ ആക്കും. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി വഴി OP, IP ഫെസിലിറ്റീസ്, ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്, ഫാർമക്കോ തെറാപ്പി, കൗൺസിലിംഗ്, അതുപോലെ തന്നെ റീക്രിയേഷണൽ ഫെസിലിറ്റീസ്, യോഗ, വിഡ്രോവൽ മാനേജ്മെന്റ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നൽകി പോരുന്നു എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അതുപോലെ എല്ലാം പറയുമ്പോൾ ഇതും കൂടി പറയണല്ലോ അല്ലെ, ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ജൂൺ 26 ആണ്. അപ്പൊ ഇപ്പത്തെ ഒരു മോട്ടോ എന്ന് പറയുന്നത് 2025 ലേറ്റസ്റ്റ് മോട്ടോ എന്ന് പറയുന്നത് ബ്രേക്ക് ദ ചെയിൻസ്, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നാണ്. ഒരുപാട് ഇവന്റ്സ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ ഇതും ഈ പറഞ്ഞതുപോലെ എത്രയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനത്തെ ഡി അഡിക്ഷൻ സെന്റേഴ്സും ഇതൊന്നും സഫീഷ്യന്റ് അല്ല എന്നാണ് അവരുടെയും ഒരു
ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ ഇതായിട്ട് സംഘടിക്കപ്പെടുന്ന ആളുകളും പറയുന്നത് ഈ സെന്റേഴ്സ് മതിയാവാതെ വരുന്നു എന്നൊരു സിറ്റുവേഷൻ ആണ്. അപ്പോ ഈ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മൾ വരാതെ നോക്കുന്നത് തന്നെയല്ലേ. അപ്പൊ ഇവിടെയാണ് ഈ ഒരു പ്രിവെൻഷന്റെ റോള് എന്ന് പറയുന്നത്. അതിന്റെ ആക്സസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ഇഷ്യൂസ് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞ പോലെ NDPS ആക്ടും മെന്റൽ ഹെൽത്ത് കെയർ ആക്ടും ആണ് ശ്രദ്ധിക്കാനുള്ളത്. ഒരു എത്തിക്കൽ ആൻഡ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനാണ് ഇത്തരം ലോസ് എല്ലാം നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു NDPS ആക്ട് അല്ലെ, ഈ നിയമം അറിയില്ല എന്ന് മാത്രം പറയരുത്. ഇത് അവരുടെ തന്നെ ഒരു ബ്രോഷറാണ്. ഇപ്പോൾ NDPS ആക്ടിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. NDPS ആക്ട് സെക്ഷൻ 27 മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് 1 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. സെക്ഷൻ 28 പ്രകാരം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് പോലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. സെക്ഷൻ 27A മയക്കുമരുന്ന് ഇടപാടുകാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് 20 വർഷം വരെ ജയിൽവാസവും 2 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ ഇടപാട് നടത്തുന്ന ഒരാളെ അറിഞ്ഞുകൊണ്ട് സഹായിക്കുക, കൂടെ പോവുക, ഒത്താശ ചെയ്യുക, വാഹനം മയക്കുമരുന്ന് കടത്താൻ വിട്ടുകൊടുക്കുക, കുറ്റകരമായ ഗൂഢാലോചനയിൽ പങ്കെടുക്കുക എന്നുള്ളതും 20 വർഷം വരെ തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. NDPS നിയമപ്രകാരം കുറ്റം ആവർത്തിക്കുന്നവർക്ക് വധശിക്ഷ നൽകാൻ ഈ നിയമത്തിലെ വകുപ്പ് 31A കോടതികളോട് നിഷ്കർഷിക്കുന്നു. 40 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ആയാണ് മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളെ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്താൽ വലിയ ശിക്ഷ നൽകാൻ NDPS നിയമം കോടതികളോട് ആവശ്യപ്പെടുന്നു. സെക്ഷൻ 64A സെക്ഷൻ 27 പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട വ്യക്തിക്ക് അംഗീകൃത സർക്കാർ സ്ഥാപനങ്ങളിൽ ഡി അഡിക്ഷനായി സ്വമേധയോ വൈദ്യ ചികിത്സ തേടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള മരുന്നുകളോ സൈക്കോട്രോപി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് നിയമപരമായ പ്രതിരോധം നൽകുന്നുണ്ട്. അതായത് വൺസ് നമ്മളിപ്പോ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡി അഡിക്ഷനായിട്ട് വിധേയമാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ടും ഇതുപോലത്തെ കാര്യങ്ങളിൽ കുട്ടികൾക്കൊരു ഭയം ഇല്ല അല്ലെ. ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നെങ്കിലും അതൊന്നും അങ്ങനെ കാര്യമാവില്ല എന്നുള്ളത്. അതിനെന്തോ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം ഇവിടെ ഒരു ആക്ട് ചുമത്തപ്പെടുന്നില്ല. അത് ഉപയോഗിച്ച് അതിനൊരു എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അഭാവം, ഇതൊക്കെയാണ് ഇവിടെ മെയിൻ വില്ലനായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ കുറെ കേസുകൾ ഇതുപോലെ തള്ളി പോകുന്നതിന് ഒരു കാരണം അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാലും തിരിച്ച് വീണ്ടും ഈ ഒരു രംഗത്തേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും ഇതിലേക്ക് പോയി പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ബോധം ഉണ്ടാവണം, ഇത് ചെയ്യരുത്, ഇതിങ്ങനെ തെറ്റായിട്ടുള്ളൊരു സാധനമാണെന്ന രീതിയിൽ അവർക്ക് ബോധം ഉണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ നിയമങ്ങൾ അവിടെ നിയമങ്ങളായിട്ടിരിക്കും, കുറ്റങ്ങൾ അവിടെ ആവർത്തിച്ചു കൊണ്ടുപോയിരിക്കും. അപ്പോൾ നമുക്ക് ആസ് എ പാരന്റ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇനി നോക്കാനുള്ളത്. സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്ന പാരന്റ്സിലേക്ക്? ഇപ്പോൾ ഒരു കേസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു TV ഷോന്റെ ഒരു പൊതു സ്വഭാവമാണല്ലോ അത്. അപ്പം അത് ആദ്യം എന്തുകൊണ്ടും കുറ്റം ചെയ്ത് കുട്ടിയായതുകൊണ്ട് കുട്ടിയുടെ മേലിൽ പഴിചാരും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം വരുന്നത് അച്ഛനമ്മമാരോടാണ്. ഈ പറഞ്ഞതുപോലെ കുട്ടി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അച്ഛനമ്മമാര് വഴി കേൾക്കണമല്ലോ അല്ലെ, അതല്ലേ ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അവരിലേക്ക്. പക്ഷെ അതല്ല, ഈ ഒരു സമയത്ത് കൂടുതൽ സമയവും കുട്ടികൾ സ്കൂളിലൊക്കെയാണല്ലോ ചെലവഴിക്കുന്നത്. അപ്പൊ അവരല്ലേ ഇത് ശ്രദ്ധിക്കേണ്ടത്? ടീച്ചേഴ്സ് ആണോ കുറ്റക്കാര്? അടുത്ത ചോദ്യമായി. അതല്ല, ഇതെന്ന് പറയുന്നത് സാത്താന്റെ കളിയാണ്. ഇത്തരം ഡ്രഗ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവനത് നിർത്താൻ പറ്റണില്ല, അത് സാത്താന്റെ കളിയാണ്, ഒക്കെ റെസ്പോൺസിബിൾ സാത്താനാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പലരും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് പറഞ്ഞു തള്ളാം. പക്ഷെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അവരുടെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടീനെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്തപ്പോൾ 25,000 27,000 മേലൊക്കെ കേസുകൾ ഓരോ വർഷം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഒരു 70% മേലെയും ഒരു 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഏജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പാരന്റിന് അവരുടെ മേല് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പാരന്റ്സിന് കൃത്യമായ റോൾ അവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും പാരന്റ്സിന് തന്നെയാണുള്ളത്. നമുക്ക് ആ ഒരു ഏരിയ കറക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാമെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമ്മുടെ
പാരന്റ്സിന്റെ ഒരു പ്രിവെൻഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആദ്യമേ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് ഈ സാധനത്തെ കുറിച്ച് ചെറിയൊരു വിവരം വേണം. കാരണം ഇതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്, ഇതിനെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പൊ അതിന്റെ ഒരു അവയർനെസ് സെഷൻ. ഹലോ ഹലോ ഓക്കെ. സോ നോളേജ് പാർട്ടാണ് ഫസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത്. ആ ഒരു പാർട്ടാണ് ഇപ്പൊ അവയർനെസ് എന്നുള്ള ഒരു ഫസ്റ്റ് പോർഷനിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇതിനേക്കുള്ള സ്ട്രാറ്റജീസ്, നമ്മുടെ കുട്ടികളെ എങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സ്ട്രക്ചർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ മതി. കാരണം പാരന്റിങ് ഒരിക്കലും ഒരു സ്ട്രക്ചറിങ് അല്ലല്ലോ, അല്ലെ, ഒരു കോൺക്രീറ്റ് വർക്ക് അല്ലല്ലോ. സോ റോൾ ഓഫ് പാരന്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളായിരിക്കണം അവരുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത്. നമ്മള് സൈക്കോളജിയിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അല്ലെ. കുട്ടികൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത്? പലതും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയാണ് പഠിക്കുന്നത്, വലുത് അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. കേട്ട് പഠിക്കലൊക്കെ കുറവാണ് കേട്ടോ. ഒരു കാര്യങ്ങൾ ഞാൻ എത്ര പറഞ്ഞു കൊടുത്തത് അവനത് കേൾക്കുന്നില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. ഒരു തവണയെങ്കിലും നമ്മളത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് അനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ റോൾ മോഡൽസ് ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു റോൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ പാരന്റിങ്ങിന് എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. എല്ലാ സമയവും അതായത് കുട്ടികൾക്ക് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാൻ പാടില്ല. ഒരു സമയം ഒരു തരത്തിൽ പറഞ്ഞു, മറ്റൊരു സമയം വേറെ തരത്തിൽ പറയുന്നു പറയുമ്പോൾ അവരുടെ ആ കുഞ്ഞു ബ്രെയിനിന് അതൊരു കോൺഫ്ലിക്റ്റ് ആണ്. അങ്ങനെ ആവരുത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കണം. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് കുറയ്ക്കാൻ എന്താ ചെയ്യുക? അവിടെ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഒരിക്കലും നമ്മുടെ രീതിയിലേക്ക് വരില്ലല്ലോ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ രീതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അത്തരത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളും അവരുടെ ഇമോഷൻസ് എല്ലാം റെസ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് മോണിറ്ററിങ്. മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഒരു മോണിറ്റർ ചെയ്തിട്ട് കുട്ടീനെ വളർത്തുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ആക്റ്റീവ് മോണിറ്ററിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പാസീവായിട്ട് നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണം അവിടെ. അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് ആയാലും അവരുടെ ആക്ടിവിറ്റീസ് ആയാലും അവരുടെ മീഡിയ യൂസ് ആയാലും ഇതിൽ നമുക്കൊരു ചെറിയ ശ്രദ്ധ ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. ഇപ്പോഴത്തെ ഒരു പ്രായം അങ്ങനെയാണ്, അഡോളസന്റ് ഏജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇവർ ഈ ഡ്രഗ് അബ്യൂസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇത്തരം ഒരു ഏരിയയിൽ അവയർനെസ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇത്തരം ഡ്രഗ്സുകളുടെ ടൈപ്പുകൾ, അതിനുപയോഗിക്കുന്ന സ്ലാങ്ങുകൾ, ഇതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഇപ്പോഴത്തെ ഒരു യൂത്തിന്റെ ഇടയ്ക്കുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഇപ്പോ അവരുടെ ഇടയിലുള്ള ഒരു പിയർ പ്രഷർ എത്രത്തോളം വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, അവര് ചെന്നപ്പെടുന്ന ഒരു പാർട്ടീസ് അല്ലെങ്കിൽ അവരുടെ കുറച്ച് എൻജോയ്മെന്റ് ഫങ്ഷൻസ്, ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നത്, വേപ്പിംഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇ സിഗരറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നില്ല, അതിന്റെ ടെർമിനോളജിയാണ്. അപ്പോൾ അത്തരം എന്തെങ്കിലും ആക്ടിവിറ്റീസുകളിലേക്ക് അവർ പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അതിനൊരു അവയർനെസ് വേണം. അല്ലെങ്കിൽ ഇത് എന്താണ് സാധനം എന്നതിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് വേണം. എന്നാലേ ഇവരിതിലേക്ക് പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ സയൻസ്, വാർണിംഗ് സയൻസ്, റിസ്കുകൾ എല്ലാം തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവരിലേക്ക് ഈ സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സപ്പോർട്ടിങ് ഹോം എൻവയോൺമെന്റിൽ നിന്ന് നമ്മളത് പറയുമ്പോഴാണ് അത് പ്രോപ്പർ ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇതിന്റെ ഒരു ടൂൾ ഫോർ ദിസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ടൂൾ ഫോർ ദിസ് കൗൺസിലിംഗ് ഫ്രം ദ സൈഡ് ഓഫ് പാരന്റ് എന്ന് പറയാം. സംസാരിച്ചുകൊണ്ടിരിക്കുക, നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സംസാരിക്കുക വെച്ചാൽ അങ്ങനെ ചുമ്മാ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. ഒരു പ്രശ്നം വന്നിട്ട് അവരതിനെക്കുറിച്ച് അവെയർ ആക്കുന്നതിനേക്കാൾ ഇത്തരം സാഹചര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് അവരെ അതിൽ നിന്ന് തിരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളെന്ന് വെച്ചാൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാരന്റിങ് രീതി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിപ്പോന്നിട്ടുള്ള പാരന്റിങ് രീതിയാണ്, അല്ലെ? നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും തന്നിട്ടുള്ളത്. അത് പൂർണ്ണമായി ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് തന്നെ എന്താ ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ കുട്ടികളോട് പെരുമാറേണ്ടത് നമുക്ക് പലപ്പോഴും നമുക്ക് പറയാൻ തോന്നാറുണ്ട്. അപ്പോൾ അത്തരം തെറ്റുകളോ അല്ലെങ്കിൽ അത്തരം നമുക്ക് തിരുത്താൻ തോന്നിയിട്ടുള്ള കാര്യങ്ങളോ സ്വയം ആദ്യം തിരുത്തി പഠിക്കണം. നമ്മൾ ആദ്യം തിരുത്തണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസസും എക്സ്പോഷേഴ്സും അവർക്ക് കൊടുക്കണം. കാരണം ഈ എക്സ്പീരിയൻസസും ഈ എക്സ്പോഷേഴ്സും ആണ് അവരുടെ ബ്രെയിനിൽ ഓരോരോ സിനാപ്സിസിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്.
അതാണ് അവർക്ക് ഭാവിയിൽ അവരുടെ ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഓരോ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ആയിട്ട് അവരുടെ മുമ്പിൽ അത് വരണമെങ്കിൽ ഇത്തരം മാക്സിമം എക്സ്പോഷേഴ്സും എക്സ്പീരിയൻസസും അവർക്ക് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് വെച്ചാൽ ഡ്രഗിന്റെ എക്സ്പീരിയൻസ് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, അതല്ലാതെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ അവരിലേക്ക് എത്താനായിട്ട് സാധിക്കണം. അതായത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ഒപ്പം ഇരുന്നു കൊണ്ട് അവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ ഭാഷയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഈ രീതിയിലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കേണ്ടത്. അതുപോലെ നമ്മളിപ്പോ ചെറുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ അവസരങ്ങളും ഈ ഒരു എക്സ്പീരിയൻസും എക്സ്പോഷറിനും ഒക്കെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, ലൈക്ക് ഇപ്പൊ നമുക്കൊരു എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഔട്ടിംഗ് ആയാലോ, ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ടൈം എൻജോയ് ചെയ്യുന്നതായാലോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് നമുക്ക് ഉപയോഗിക്കപ്പെടുത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസ്, എംപതി സർക്യൂട്ട്സ്, അതായത് നമ്മള് നമ്മുടെ അച്ഛനമ്മമാരോടും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവര് കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ പോയി അങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി അങ്ങനെ ഒരു സംസാരം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അവരുടെ അച്ഛനോ അമ്മയോ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ മര്യാദ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികളും അതുപോലെ തന്നെ കാണിച്ചു തുടങ്ങും. ഇമിറ്റേഷൻ ആണ് മേജർ ആയിട്ടും ഇതിലൊക്കെ റോള് വരുന്നത്. കുട്ടികളുടെ ഒരു ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇമിറ്റേഷൻ ആണ് മേജർ ആയിട്ടും വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ നമ്മള് പലരും കാണിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾ വരികയാണെങ്കിൽ അവരടുത്ത് വന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് മിങ്കിൾ ചെയ്യും, അല്ലെ? അവരങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവരെ കുറ്റം പറഞ്ഞു എന്നിരിക്കും. അപ്പൊ ഇതൊക്കെ കേട്ട് ഒരാളപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, നമ്മുടെ കൊച്ച്, അല്ലെ? ഇപ്പൊ ഇവരെന്ത് ചെയ്യുന്നത്, ഇവരിതാ പഠിക്കുന്നേ. അവരടുത്ത് വരുന്ന സമയത്ത് നമ്മൾ അവരെ പ്ലീസ് ചെയ്ത് സംസാരിക്കണം. അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് വേണേ കുറ്റം പറയാം, അത് കുഴപ്പമില്ല. ഇതുപോലെ അവര് പിന്നെ നമ്മുടെ അടുത്ത് ആവർത്തിക്കില്ലേ? അപ്പൊ ഇത്തരം തെറ്റുകൾ നമ്മൾ തിരുത്താനായിട്ട് തയ്യാറാവണം. ഓക്കെ, പിന്നെ ഇതാണ് ഈ എംപതി സർക്യൂട്ട്സും ഒരാളോട് എങ്ങനെ എംപത്തൈസ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ തന്നെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനാദ്യം നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം. ലിസൺ ആക്റ്റീവ്ലി, അതായത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു ടീനേജ് എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ച പ്രായമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരത് എക്സ്പ്രസ് ചെയ്യാൻ, അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ, അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. ഒരു ജഡ്ജ്മെന്റും കൂടാതെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് നീ അങ്ങനെ ആയോണ്ടാ, അത് അങ്ങനെ ആയോണ്ടാ എന്ന് പറയാതെ അതിനെ നമ്മൾ ലിസൺ ചെയ്യുക. എന്നിട്ട് പ്രോപ്പർ എന്താണോ പ്രശ്നം എന്ന് നോക്കിക്കൊണ്ട് അവർ തന്നെ അതിന് സോൾവ് ചെയ്യാനായിട്ട് അതിനൊരു മുൻതൂക്കം കൊടുക്കുക. അവര് സോൾവ് ചെയ്യട്ടെ, നമുക്ക് അതിനൊന്ന് ലീഡ് ചെയ്യാമെന്ന് മാത്രം. ഇത്തരത്തിലാണ് നമ്മളൊരു പാരന്റ്സ് കുട്ടികളെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. കണക്ഷൻസ് മാക്സിമം ബിൽഡ് ചെയ്യുക, അതായത് കുട്ടികളോട് നമുക്ക് അവർക്ക് എന്തും തുറന്നു പറയാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അതിനപ്പുറം ഇപ്പോ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്റെ കുട്ടീനെ ഒരുപാട് നോക്കുന്നുണ്ട്, എല്ലാത്തിനും സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ അവര് എന്നെയും സ്നേഹിക്കും, അല്ലെങ്കിൽ അവര് എന്നെയും ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഒരിക്കലും റിസൾട്ട് ഇന്നതാവും എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കരുത് കേട്ടോ. അത് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സോ ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സ്പേസ് ഒരുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. സോ ബിൽഡ് കണക്ഷൻസ്, നോട്ട് ദ അറ്റാച്ച്മെന്റ്സ് എന്ന് വേണം പറയാൻ. ഇനി അറ്റാച്ച്മെന്റ്സ് ഉണ്ടാക്കരുതെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യും ആ ഒരു സിറ്റുവേഷനിൽ എന്ന് പറയുന്നത്. ആ ഒരു ചെറിയായിട്ട് പീരീഡിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് സഫറിങ് ആയിട്ട് വരും. ആ ഒരു വയസ്സ് സമയത്ത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ. ഓക്കെ, പിന്നെ മോഡൽ എംപതി ഇൻ ഡെയിലി ഇന്ററാക്ഷൻസ് ഞാൻ പറഞ്ഞു. അത് നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് വീട്ടിലൊരു കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ ആ സമയത്ത് അഡോളസന്റ് ഏജിലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില സമയത്ത് പറയും നീ വലിയ കുട്ടിയായിരുന്നു, ചില സമയത്ത് പറയും നീ അതിനൊന്നും ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത് അവരുടെ ഇടയ്ക്ക് ഒരു മനസ്സിലൊരു ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അവർ സ്കൂളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വേണ്ടി അവരെ തയ്യാറാക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലോ അതിന് അവർ ഇൻവോൾവ് ചെയ്യിക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും എക്സ്പോസ് ചെയ്യിച്ചുകൊണ്ട് ഒരു ഗ്രോത്ത് ഓറിയന്റഡ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഗുഡ് പാരന്റിങ്ങിന്റെ ഒരു രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രഗിന്റെ അബ്യൂസിന്റെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാം. അവരുടെ ഭാഷയിൽ നിങ്ങളുടെ കുട്ടി ഏത് ഏജിലാണോ ഇരിക്കുന്നത്, അവന് മനസ്സിലാവുന്ന രീതി ഏതാണോ എന്ന രീതിയിൽ അവരോട് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പലപ്പോഴും നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ
ഒരു ശീലിപ്പിച്ചു വരുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അതായത് മുതിർന്നവര് തരുന്നതൊക്കെ സ്വീകരിക്കണം എന്നത് അല്ലെ. ഇപ്പൊ ഇവൻ ചോറ് തരാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് തരാണെങ്കിലോ അത് വലിയ ആള് തരുന്നതല്ലേ സ്വീകരിക്കണം. അതുകൊണ്ട് മാത്രമല്ല, വലിയ ആള് തരുന്നതാണ് ഓക്കെ, അത് സ്നേഹം കൊണ്ട് തരുന്നതാണ്, അത് നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന രീതിയിലും കൂടി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്നേഹത്തോടെ പറഞ്ഞ പോലെ ഒരു ഡ്രഗ് വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ഒരു ലെവലിലേക്ക് ഇവരെത്തുന്നുണ്ട്. അവർക്ക് നോ പറയാൻ വയ്യ, അവരുടെ ഫ്രണ്ട്സ് നിർബന്ധിക്കുന്നു, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് നോ പറയാൻ പറ്റുന്നില്ല. അസേർട്ടീവ് സ്കിൽ എന്നാണ് അതിനെ പറയുന്നത്. സ്നേഹത്തോടെ ഇപ്പോൾ സൗഹൃദം നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഡ്രഗിന്റെ ആവശ്യമില്ല, അതുണ്ടെങ്കിൽ ഈ സൗഹൃദം മുന്നോട്ട് പോകുന്നെങ്കിൽ എനിക്ക് അത് വേണ്ട, അങ്ങനെ ഒരു സാധനം വേണ്ട എന്ന് പറയാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള അവർക്ക് വരുന്ന എക്സ്പ്രഷൻസ്, ഒരുപാട് സ്ട്രെസ്സും സ്ട്രഗിൾസും ഒക്കെ ഉണ്ടാവും. ഈവൻ എന്താ പറയാ, കൂടുതലുള്ള ഫ്രണ്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും അതൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ആ ഒരു പീരീഡിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഇപ്പം ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരെ ട്രൈ ചെയ്യിക്കുക. ഇതിനോട് എങ്ങനെയാണ് കോപ്പ് ചെയ്യുക എന്നുള്ളത് അവരെ പഠിപ്പിക്കുക. അതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് ഇപ്പോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അതൊരു സ്ട്രെസ് ആയിരുന്നു. ഇപ്പൊ ഈ സമയത്ത് ഇപ്പോ അച്ഛൻ ചെയ്ത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തത് എന്ന രീതിയിൽ അവർ കണ്ടുപഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസിയായി. ഇത്തരം രീതിയിൽ അവരെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും കൂടി അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അത് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാണ് ചെയ്യുക. പിന്നീട് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അവർ അതനുസരിച്ച് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവരുടെ സെൽഫ് എസ്റ്റീം ഒക്കെ അതനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതൽ പ്രോബ്ലംസ് വരുമ്പോഴും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായി വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സമൂഹത്തിന് പൊതുവെ ആങ്സൈറ്റി കൂടുതലുള്ള ഒരു സമൂഹമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു പ്രശ്നത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അവിടെ സ്റ്റക്കായി പോവുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടെന്നോ അതിലേക്ക് എത്താനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് ഈ ഒരു സ്ട്രെസ് എന്നവർ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മുടെ ചെയ്തികളിലൂടെയും അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞാൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മോണിറ്ററിങ്, സോഷ്യൽ മീഡിയാസ് എല്ലാം അതിന്റെ റിസ്കുകളും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മോണിറ്റർ ചെയ്യണം. ഇപ്പൊ അതിന് ഒരുപാട് ആപ്പുകളും ഒരുപാട് സൗകര്യങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മുടെ ഫോൺ യൂസേഴ്സ് ആണെങ്കിലും ഒക്കെ. കാരണം എന്താ വെച്ചെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെ ഫുള്ളായിട്ട് നമുക്ക് ഈ മീഡിയ സോഷ്യൽ ആയിട്ടുള്ള മീഡിയാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ല. ഇതെന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രസന്റ് ലൈഫാണ് ഇത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിന്റെ പാസ്റ്റില് ഇതില്ലാത്തൊരു കാലം കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ കാണുന്നത് ഇതൊക്കെയുള്ള ലോകമാണ്. ഇനി അങ്ങോട്ടേക്ക് അഡ്വാൻസ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ ഒരിക്കലും കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ഹെൽത്തി ആയിട്ടുള്ള യൂസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു പാരന്റിങ് സ്റ്റൈൽ എല്ലാം തുടങ്ങുന്നത് നമ്മുടെ പാരന്റ്സിന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പാരന്റിങ് എന്നാണ്. നമ്മളിത് കോപ്പി ചെയ്യാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കുട്ടികളെ പാസ്റ്റിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. കുട്ടികളെ ഫ്യൂച്ചറിലേക്കല്ല നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ഈ പ്രസന്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. പാസ്റ്റ് എന്തൊക്കെ ആയിക്കോട്ടെ, ഈ ഒരു പ്രസന്റിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് വെച്ച് മാത്രം കുട്ടികളെ ട്രീറ്റ് ചെയ്യുക. അവരെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യിക്കാനുള്ളത്. ഫ്യൂച്ചർ എന്താവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ ഇങ്ങനെ സാധ്യതകൾ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ലീഡ് ചെയ്യണമെങ്കിൽ ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് അവരിലേക്ക് കൺവേ ചെയ്യാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകരുത്. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് ഫ്ലക്ച്വേഷൻസ്, ഒരു നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഡിപ്രസീവ് മൂഡിലേക്ക് പോവുക, ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കാണിക്കുക, അതുപോലെ ഇൻട്രസ്റ്റിൽ ഉണ്ടാവുന്ന ലോസസ്, ചിലപ്പോ അവരുടെ സ്കൂൾ കരിക്കുലത്തിലായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, സ്ലീപ്പ്, ഇതിലെന്തെങ്കിലും ഇൻട്രസ്റ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകരുത്. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സീക്രസി, ചിലപ്പോൾ പുതിയ ഫ്രണ്ട്സുമായിട്ട് ഇടപഴകുക, അതല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും നമ്മൾ അവരുടെ റൂമുകളിലോ അവരുടെ ചെയ്തികളിലോ കാണുക, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ഒരു സ്ലീപ്പിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്, ഇതെല്ലാം റെഡ് ഫ്ലാഗ്സ് ആയിട്ട് തന്നെ നമ്മൾ നോട്ട് ചെയ്യണം ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, ഹോം എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക, ഒരു ഈക്വൽ ഷെയർഡ് ആയിരിക്കണം. അതിൽ ക്വാളിറ്റി ഓഫ് ടൈം വേണം, അതിൽ നമുക്ക് സെലിബ്രേഷൻസ് വേണം, അവർക്കും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന സെലിബ്രേഷൻസ് ആയിരിക്കണം അത്. അതിനോടൊപ്പം തന്നെ ക്ലിയർ കട്ട് റൂൾസും വേണം. ഇപ്പൊ ഇവിടെ ഈ വീട്ടിൽ അല്ലെങ്കിൽ
എന്റെ മകൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ തന്നെ ജീവിക്കുന്ന മറ്റുള്ളവരും ഏകദേശം ആ റൂള് അക്സെപ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അല്ലാണ്ട് വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ ആവാം, ചെറിയ കുട്ടികൾ ഇത് പാടില്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രായത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി ബേസിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മാതൃകയായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഓരോ ശീലങ്ങൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക. എന്തുകൊണ്ടും മോഡൽ ഹെൽത്തി ബിഹേവിയർ നമ്മൾ തന്നെ ഈ പറഞ്ഞ ഡ്രഗ്സിന്റെ ഒക്കെ യൂസസ് പരമാവധി നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ യൂസസ് അവോയ്ഡ് ചെയ്യണം. പ്ലസ് നമ്മൾ ഈ ഒരു പലരും പറയുന്നതാണ് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത്, ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഒരു എക്സ്പെരിമെന്റേഷൻ എന്ന രീതിയിൽ ചെയ്തു പോകുന്നതാണെന്ന്. അപ്പോൾ അവിടെ ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രെസ് മാനേജ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളോട് നോ പറയാനായിട്ട് അവര് ഇൻഡയറക്ട്ലി അത് പഠിച്ചോളും. ഓക്കെ. സോ അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സ്കൂൾ ഏജ് ആകുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ഇപ്പോഴത്തെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് ഫുള്ളി ആ ഒരു എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഈവൻ നമ്മൾ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടായിരിക്കാം, അവയർനെസ് ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് സ്കൂളുകളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞേക്കുന്ന കാര്യമാണ് പോർഷൻ തീർന്നിട്ടില്ല, പിന്നെ ഇപ്പൊ അവയർനെസ് ക്ലാസ്സിനൊന്നും സമയമില്ല എന്ന്. പക്ഷെ നമ്മുടെ മക്കളെ നമുക്കെങ്കിലും പറഞ്ഞു തിരുത്താൻ പറ്റണ്ടേ? അവരെ മാക്സിമം ഇത്തരം കാര്യങ്ങളിലേക്ക്, ഒരു സൊസൈറ്റി കണക്ഷനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വളർത്താനായിട്ട് ശ്രമിക്കണം. സ്പോർട്സ്, ആർട്സ്, അതുപോലെ തന്നെ വോളണ്ടിയറിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോ വൺസ് ഇപ്പൊ തന്നെ പറഞ്ഞ നമ്മൾ ഒരു പ്രിവെൻഷൻ സ്ട്രാറ്റജി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ വൺസ് നമ്മുടെ മക്കള് ഇതുപോലെ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൈ കൊണ്ട് നിർത്താൻ പറ്റാത്ത സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗിലേക്കോ ഇവാലുവേഷനിലേക്കോ തെറാപ്പി സെഷനുകളിലേക്കോ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പൊ അത് എപ്പോഴാണ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ ഒരു രീതിയിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധമുള്ളവരായിരിക്കണം നമ്മൾ. ഫൈനൽ തോട്ട്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, സോ പ്രിവെൻഷൻ എപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്നതാണ്. ഒരു നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടായാൽ മാത്രമേ അതിന്റെ മുകളിൽ നമുക്ക് നല്ലൊരു നിലയം കെട്ടിപ്പടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ കുട്ടികളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ എന്താ പറയുക, മോഡൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. കുട്ടികള് അവർ വളർന്നോളും, അവർക്ക് സിറ്റുവേഷൻസും എല്ലാം കൊടുക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കും, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും, അവര് ഓരോ കാര്യങ്ങൾക്കും പുതിയതായിട്ടുള്ള സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനൊരു വഴി കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമാണ് ഒരു പാരന്റിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോ ഏറ്റവും കീ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് തന്നെയാണ്. അൺകണ്ടീഷണൽ ആയിരിക്കണം നമ്മുടെ ലവ്സ് എല്ലാം തന്നെ. ഈ ഒരു കണക്ഷൻസിനെ നമ്മൾ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം. പ്ലസ് നമ്മളൊരു കമ്മ്യൂണിറ്റി, അതായത് ഈ ഒരു ഇപ്പൊ പറയാറുണ്ട്, ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഭാവി തലമുറയിലെ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ നന്നാവുന്നതിലൂടെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ നന്നാക്കി എടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരം ഒരു പരസ്പരം സഹായിച്ചും അതുപോലെ തന്നെ ദയ കാണിച്ചും നന്നായി സംസാരിക്കുകയും നന്നായി ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരിൽ ഒരു നല്ലൊരു വ്യക്തിത്വം തന്നെ വളർന്നു വരും എന്നത് തീർച്ചയാണ്. അത് നല്ലൊരു കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. അപ്പോ അവര് ഇപ്പം എന്തെങ്കിലും ഉണ്ടായ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തന്നെ മിസ്റ്റേക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരിക്കലും എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാധനമല്ല. മിസ്റ്റേക്സ് അലോ ചെയ്യണം. മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒരു ജഡ്ജ്മെന്റ് കൂടാതെ തന്നെ ഇതൊരു പ്രോബ്ലം ആണെന്ന് അവർ മനസ്സിലാക്കാനും അതിനെങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തണം എന്നുള്ളത് അവർ പഠിക്കാനും ഒരു സഹായി എന്നോണം നമുക്ക് ഒരു പാരന്റ്സിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഒരു ഡിസ്കഷൻസും ബാക്കി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് തോന്നുന്നു. സോ ഈ ഒരു ലഹരി ജീവിതമാണോ ലഹരി, അതൊരിക്കലും ലഹരി ഉപയോഗ വസ്തുക്കളാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഡോക്ടർ മാം. നമ്മൾക്ക് ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാവുന്നതാണ്.
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡോക്ടറെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഹലോ ഹലോ കേൾക്കാമോ? യെസ്, കേൾക്കാം സർ. ഹലോ. ചോദിച്ചോളൂ. ഹലോ. അതായത് ഒരു കുട്ടി, ഒരു 15 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി. ഹലോ ഓക്കെ. കേൾക്കാമോ? അപ്പോ കേൾക്കാം പറഞ്ഞോളൂ. അതെ അതെ, അതായത് ഡ്രഗ്സിന് അടിമപ്പെട്ട് ഇങ്ങനെ ഏകദേശം കൂട്ടുകാരൊക്കെ കൂടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോ ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ 2-3 ടൈം ഉണ്ട്. കൗൺസിലിംഗ്, പിന്നെ ഇവാലുവേഷൻ, അതിനുശേഷം തെറാപ്പി, അങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത്. അപ്പോ ഏത് അവസ്ഥയിലാണ് കൗൺസിൽ ചെയ്താൽ ഏത് അവസ്ഥയിലായിരിക്കും അവനെ തിരികെ കൊണ്ടുവരാൻ പറ്റുക? രണ്ടാമത്തെ, അതായത് തിരിച്ച് കൗൺസിലിംഗ് ഒക്കെ കൂടെ കൊടുത്തു നോക്കി, അതിന് തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി. പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അടുത്ത എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവരുടെ ഈ പറഞ്ഞതുപോലെ ഒരു ഇൻസൈറ്റിന് വളരെയധികം റോള് വരുന്നുണ്ട്. അതായത് അവരെത്രത്തോളം കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് എത്രത്തോളം അതിനോട് കോപ്പ് ചെയ്യാൻ അവരെ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, കുറെ ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. നമ്മൾ പലതരത്തിലും പല ആംഗിളിൽ നിന്നും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കൗൺസിലിംഗ് പൊതുവെ കൊടുക്കാറുള്ളത്. എന്നിട്ടും ഈ പറഞ്ഞതുപോലെ അവര് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ വരാം, എനിക്ക് പറ്റുന്നില്ല, എനിക്കിത് മാറ്റണം എന്നുണ്ട്, പക്ഷെ എന്റെ ശരീരം സമ്മതിക്കുന്നില്ല എന്ന രീതിയിൽ ഒരു ഡിപ്പെൻഡൻസ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു അങ്ങനത്തെ ലക്ഷണങ്ങളോട് കൂടി വരുന്നതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റിലേക്കാണ് അത് പോകാനുള്ളത്. ഇപ്പൊ ഏറ്റവും ഏതൊരു അഡിക്ഷൻ ആയാലും അതിലൊക്കെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ നിർബന്ധത്തിന്റെ മുകളിലായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഇത് മാറിക്കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്യാനില്ല, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകും എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അവബോധം തന്നെയാണ്. അത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഇത് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടും, ഈ പറഞ്ഞതുപോലെ ഇപ്പോ പല വ്യക്തികളും ഇതുപോലെ തിരിച്ചറിവിന്റെ പാതയിൽ വന്നിട്ടും കണ്ടിട്ടുണ്ട്, പലരും ഇതുപോലെ തിരിച്ച് അതേ വഴിയിലേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ മാക്സിമം ഇപ്പൊ പേടിപ്പിച്ചൊക്കെ പറയാനൊക്കെ നോക്കും. ലൈക്ക് ഇപ്പൊ നിങ്ങൾ പോയിട്ടും ഇത് തിരിച്ച് നിങ്ങൾ പോകുന്നതുകൊണ്ടും എന്താ ലാഭം കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ സമ്പാദ്യം വല്ലതും ഉണ്ടാവുന്നുണ്ടോ, ഈ ലൈഫ് എങ്ങോട്ടാ പോകുന്നത്, ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു തരത്തിൽ അവരൊന്ന് ഫോക്കസ് ചെയ്യാൻ, ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കും. അതല്ല, ഒന്നും തന്നെ അവർ അതിനെ ത്രസിപ്പിക്കുന്നില്ല, ലൈഫ് എന്ന് പറയുന്ന സാധനം എനിക്കൊന്നും അതിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, എനിക്ക് ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ചത്താ മതി എന്നൊക്കെ പറയുന്ന ഒരാളുകളുണ്ടല്ലോ. അപ്പോ അവര് ചിലപ്പോൾ തീർച്ചയായിട്ടും അവര് ഇനിയിപ്പോ അതല്ല, എല്ലാം പൂർണ്ണമായിട്ടും നന്നാവാനായിട്ട് ഉദ്ദേശിച്ച ഒരാളാണെങ്കിലും പുറത്ത് വന്ന് പിയർ പ്രഷറിൽ പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നോക്കിയിട്ട് അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ട്, ഇപ്പൊ അവയർനെസ് ഗ്രൂപ്പുകളിൽ പോലെ തന്നെ ഈ ഒരു ഡി അഡിക്ഷൻ കഴിഞ്ഞ് വരുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് നയിക്കുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആൽക്കഹോൾ അനോണിമസ്, ഇങ്ങനെ ഓരോന്നിനും, അതൊരു കന്നാബിസിനും അങ്ങനെ എല്ലാത്തിനും ഓരോന്നിനും ഈ ഒരു അനോണിമസ് ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ ഡ്രഗുകളൊക്കെ ഉപയോഗിച്ച് അതിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകളുടെ കൂട്ടായ്മ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അതേ ഫീലിങ്ങിലുള്ള കുറച്ച് ആളുകളെയാണ് അവർ കാണുന്നത്. അപ്പൊ ഇവർ കുറെ കാര്യങ്ങൾ അങ്ങനെ അവർ ഷെയർ ചെയ്യും. അതായത് ഇത് മാറ്റിയതിനു ശേഷം എനിക്ക് ഇങ്ങനത്തെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ഇത് നല്ലതാണ്, മാറിയത് ശരിയായി, ഞാൻ എടുത്തത് നല്ലൊരു തീരുമാനമാണ് എന്ന രീതിയിൽ അവർക്കൊരു ബോധ്യം വരുന്ന സമയത്ത് അവർ പിന്നെ തിരിച്ചതിലേക്ക് പോകില്ല. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ പോകും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. അതും നമ്മൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് ഇപ്പോ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, അതായത് ഈ പ്രീ ഗാങ് സിറ്റുവേഷന്റെ അവസ്ഥയുണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ? പ്രീ ഗാങ്, അതായത് പ്രീ ഗാങ് അതായത് അവര് ഒരു ഗാങ് ആയിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ ആ ഗാങ് പറയുന്നത് കേൾക്കൂ. അതിനു മുമ്പാണെങ്കിൽ അവരതെല്ലാം
അക്സെപ്റ്റ് ചെയ്യും. പ്രീ ഗാങ്ങിന് മുമ്പാണെങ്കിൽ ആണെങ്കിൽ ഓക്കെ അവരിൽ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഈ ഗാങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാങ് ആണ് അവർ പറയുന്ന ആ ഒരു തീരുമാനം. അവർക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഗാങ്ങിന്റെ ആ നേതാവ് പറയുന്ന അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരാൾ പറയുന്ന ലീഡർ പറയുന്നത് അവർ കേൾക്കും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ മുക്തമാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാല് അവര് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാങ്ങിൽ ചെന്ന് പെട്ടത് നമ്മൾ ആലോചിക്കണം. ചിലപ്പോ അവരുടെ താല്പര്യങ്ങള്, അവരുടെ ആവശ്യങ്ങള് മറ്റ് പല സ്ഥലങ്ങളിലും നിറവേറ്റപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവർ ഇത്തരം ഒരു ഗ്യാങ്ങിലേക്ക് ചെന്ന് പെടുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയാ, അതിന്നും പൂർണ്ണമായിട്ട് വിടിക്കുക എന്നൊക്കെ പറയുമ്പോ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു തവണ റിക്കവർ ചെയ്ത് വന്ന ആളുകള് ഇത്തരം കുറെ കാര്യങ്ങൾ ഒരു അവയർനെസിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ എനിക്ക് ലൈഫ് ഇപ്പോഴാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്ന രീതിയിലൊക്കെ അവര് സംസാരിക്കുമ്പോൾ ഇതുപോലെ കുറെ കാര്യങ്ങൾ, കുറെ കുട്ടികൾ അതിന്ന് വിട്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് കേസ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, വൺസ് നമുക്കൊരു ഒരാള് വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവര് കണക്ട് ചെയ്യാം. ഒരു സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്ന പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അങ്ങനെയാണ് കണക്ട് ചെയ്ത് നമുക്ക് പേഷ്യൻസ് വരാറുള്ളത് അധികവും. അപ്പൊ ഇവര് പറഞ്ഞു കൊടുക്കുന്നത് അവര് കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് വൺസ് അത് റിക്കവർ ആയി വരുന്ന ആളുകള്. അപ്പോ എന്താ പറയാ, അവരിലൂടെ തന്നെ നമ്മളത് ആ ഒരു കുരുക്കഴിച്ചെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. അതുപോലെ എനിക്ക് തോന്നുന്നു മാം, നമ്മുടെ പിയർ ഗ്രൂപ്പിന്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രഷർ രീതി തന്നെയാണ്. കാരണം വെച്ചാൽ പലപ്പോഴും പല കുട്ടികളെയും ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഇത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു വന്നതിന് ശേഷവും വീണ്ടും പഴയ എവിടെ നിന്നാണോ ഇവർ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അതേ ഗ്രൂപ്പിന്റെ കൂടെ തന്നെയാണ് ഇവർ റീജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഇവര് ഇതുപോലത്തെ ഡ്രഗ്സ് യൂസേഴ്സിലോട്ടേക്ക് പോകാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ അത്തരം സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയ സമയത്ത് ഇവര് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ പിന്നെ പണ്ട് പറഞ്ഞ അതേ ഒരു അവസ്ഥയാണ്. കുട്ടി 12 മണിയായാലും ഒരു മണിയായപ്പോലും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നില്ല. പണ്ട് ഏത് ഗ്യാങ്ങിന്റെ കൂടെയാണ് ഉണ്ടായത് ആ ഗ്യാങ്ങിന്റെ കൂടെ തന്നെ പോകുന്നു. അങ്ങനെ ഒരു 1 or 2 months കഴിയുന്ന സമയത്ത് ഈ കുട്ടി ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരിക്കുന്നത്, എത്രത്തോളം ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ഡ്രഗ് യൂസർ ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്തരം കുട്ടികൾ, ഇത് നേരത്തെ മാം പറഞ്ഞതുപോലെ ഈ ഡി അഡിക്ഷൻസ് കഴിഞ്ഞ് വന്നതിന് ശേഷം അത്തരം ഗ്രൂപ്പുകളിലേക്ക്, അതായത് ഡി അഡിക്ഷൻസ് മാറി വരുന്ന സമയത്തുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പുകളിലേക്ക് ഇവർ ജോയിൻ ചെയ്യാനും അതിനുശേഷമുള്ള പല എന്താ പറയാ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഗോൾസ് സെറ്റപ്പ് ചെയ്ത് അത്തരം മേഖലയിലോട്ടേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ അവർ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അല്ലേ മാം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഇവിടുന്ന് എന്താ പറയുന്നത്, ഇപ്പൊ നമുക്ക് ഫോറിനേഴ്സ് ഒക്കെ കുറച്ച് പേര് ഇതുപോലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വരാറുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നിർത്തി പോയിട്ടും കാര്യമൊന്നുമില്ല ഡോക്ടറെ. ലൈക്ക് ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഷോപ്പാണ്, ഇത് ഈസിലി അവൈലബിൾ ആണ്. എനിക്ക് ചിലപ്പോൾ എന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എന്റെ പപ്പേനോ മമ്മേനോ എനിക്ക് അവൈലബിൾ ആവില്ല. പക്ഷെ അതേസമയം 1-2 അടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പുറത്ത് ഈ മെഡിസിൻ ഓക്കെ ആണ്. അപ്പൊ അതെന്റെ സ്ട്രെസ് തീർക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങള് അവരെ ആ അഡിക്ഷനിലേക്ക് തിരിച്ചെത്തിക്കാൻ ഉള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള കാര്യം പറഞ്ഞ പോലെ അവരുടെ അവയർനെസ്, അവരുടെ അവബോധം കൂട്ടുക. ഇത് ചെയ്യുന്നത് തെറ്റാണെന്നൊരു വസ്തുത അവർക്ക് ബോധ്യപ്പെടുക, അതിനപ്പുറത്തേക്ക് വേറെ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതിലൂടെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള പറ്റുമെന്നൊരു കോൺഫിഡൻസ് അവരുണ്ടാക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് എന്താ പറയാ ഒരു എക്സ്റ്റേണൽ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും ചിലപ്പോൾ നമുക്ക് സൈലന്റ് ആയിട്ട് നിൽക്കേണ്ടി വരാറുമുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കാണുന്ന സമയത്ത്. അതെ മാം, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പാരന്റ്സിന് ഉണ്ടാവേണ്ട ഒരു വലിയൊരു ക്വാളിറ്റിയും കൂടിയാണ് ആക്സെപ്റ്റൻസ് എന്നുള്ളത്. പലപ്പോഴും പല ടീച്ചേഴ്സും നമുക്ക് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോട്ട് ചെയ്തിട്ട് പാരന്റ്സിന് അറിയിച്ചു കഴിഞ്ഞാൽ ആ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഇൻഫോം ചെയ്ത ടീച്ചേഴ്സിനാണ് ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും. ആ ടീച്ചേഴ്സാണ് തെറ്റുകാരായി മാറുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലും കൂടെ ഇന്നത്തെ ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ മക്കൾ അതങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ എന്റെ മകൾ ഒരിക്കലും അതങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ആരെന്ത് പറഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് കാലങ്ങൾ കഴിഞ്ഞ് ഇതൊരിക്കലും ഇതിൽ നിന്ന് വിട്ടുമാറ്റാൻ
പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അത്രയും ഡ്രഗോ അല്ലെങ്കിൽ ആൽക്കഹോളിക്കിനോ ഒക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് പെട്ട് കുരുക്കളിലേക്ക് വന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഒരു വാർത്തയായി വരുന്നതിന് ശേഷമാണ് പല പാരന്റ്സും അത് അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ കൂടിച്ചേർന്ന ഓരോ പാരന്റ്സും എവിടെന്നെങ്കിലും ചെറിയൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആ കുട്ടിയുടെ അതിനുശേഷമെങ്കിൽ ആ കുട്ടിയുടെ ഒരു നേരത്തെ മാം നമുക്ക് പറഞ്ഞു തന്നതുപോലെ തന്നെ ഡോക്ടർ ആദിത്യ മാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതുപോലെ തന്നെ ആ കുട്ടിയുടെ ക്യാരക്ടറിലും ബിഹേവിയറിലും എല്ലാത്തിലും സ്ലീപ്പ് ഫുഡ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞതുപോലെ ഇതിലൊക്കെ എവിടെയെങ്കിലും ഒരു വേരിയേഷൻസ് കാണുന്നുണ്ടോ എന്ന് നമുക്ക് അനാലിസിസ് ചെയ്യാവുന്നതാണ് അല്ലേ മാം? യെസ്, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, നമ്മുടെ കുട്ടികളുടെ ഭാഗത്താണ് മാക്സിമം തെറ്റുകൾ വരാൻ ചാൻസ് ഉള്ളത് എന്ന് വിചാരിച്ച് നമ്മൾ പാരന്റിങ് തുടങ്ങും. പക്ഷെ പലപ്പോഴും നമ്മുടെ തെറ്റുകളാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞു കൊടുക്കാത്ത പല കാര്യങ്ങളും ആയിരിക്കും അവരിലൂടെ പ്രകടമാവുന്നതും. അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ പാരന്റിങ് സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു അമ്മയാണ്, നല്ലൊരു അച്ഛനാണ്, നല്ല രീതിയിലാണ് കുട്ടീനെ വളർത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുമ്പോൾ ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പാരന്റിങ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ രീതികൾ എന്ന് പറയുന്നത് ഒരുപാട് മാറ്റേണ്ട സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളോട് ഇടപഴകുന്ന വരുമ്പോ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ അതില്. ഇതൊരു വ്യക്തിയല്ലേ വളർന്നു വരുന്നത്. അപ്പൊ അവരിലേക്ക് ഭാവിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഓരോ വാക്കുകളും ഓരോ ചെയ്തികളുമാണ് നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പൊ അതില് എറേഴ്സ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണ്, എന്റെ പാരന്റിങ് സൂപ്പറാണ്, എന്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, എന്റെ മോൾ ഇങ്ങനെ തെറ്റ് കാണിക്കില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസാണ്. അപ്പൊ അത് ഒന്ന് തിരുത്തി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ. താങ്ക് യു സോ മച്ച് മാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾക്ക് വൈൻഡപ്പിലേക്ക് പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും മാമുമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ആവാവുന്നതാണ്. മാം, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ അതിൽ നിന്ന് മോചനം ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? മോചനം ഇല്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് ഇപ്പൊ ഡീഡിയേഷൻ സെന്റേഴ്സ് ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. അതിന് മോചിപ്പിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പിന്നെ ചില റെയറായിട്ട് വളരെ ചില കുട്ടികൾ ഇതുപോലെ തിരിച്ച് അത് എനിക്ക് തോന്നുന്ന അവരുടെ സാഹചര്യങ്ങളും മറ്റും തന്നെ ആയിരിക്കണം കാരണം എന്ന് പറയുന്നത് തിരിച്ച് വീണ്ടും അതിലേക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് പോകുന്നതും കാണാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം, അതായത് മാറ്റിയെടുക്കാം തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അത്തരത്തിൽ തന്നെ നമുക്ക് നമ്മളെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ പല പ്രാവശ്യം ഇതേപോലെ മോചിപ്പിച്ചുകൊണ്ടെന്ന് കുറച്ചാളെ വീണ്ടും വീണ്ടും അതിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന് ഇനി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെന്റിലേക്ക് തിരിയണോ? ഒരു സെക്ഷൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. വേറെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്തരം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ പോലെ വിഡ്രോവൽ സിംറ്റംസിനോ അല്ലെങ്കിൽ അതിന് ആ ഒരു അഗ്രസീവ്നെസ് കുറയ്ക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതല്ലാണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ടുള്ള കൗൺസിലിങ്ങുകളാണ് കുറച്ചും കൂടി ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തവണ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തവണ യൂസ് ചെയ്ത് അതിന്ന് രക്ഷപ്പെട്ടു വന്നവരുമായിട്ടുള്ള കണക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അതുമായിട്ട് അവരെ കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവര് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, അത് അവരെ ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ മാം, ഈ കുട്ടികളെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്, അവരുമായിട്ട് മിങ്കിളാകാതെ ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്ന അവസ്ഥയുണ്ട്. ഈ അടുത്തൊരു ചെറിയൊരു പിക്നിക് പോലെ കൊണ്ടുപോയി അതിനകത്തൊന്നും മാറിയിരിക്കുന്ന അവസ്ഥയായിട്ടാണ് കണ്ടത് ഒബ്സർവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഉദ്ദേശിച്ച്, വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണോ അതോ? അല്ല, അവരുമായിട്ടൊരു ചെറിയൊരു പിക്നിക് പോലെ പോയി. അപ്പൊ അതിൽ ഈ കുട്ടികളും ഉപയോഗിച്ച് കഴിഞ്ഞ അതിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവർ ഇവരായിട്ട് മിങ്കിളാകുന്നില്ല. അവർക്ക് ഒരു മൂഡ് ഓഫ് ആയ ഒരു അവസ്ഥ, ഒരു ഒറ്റപ്പെടൽ പോലെ. ഒന്നിലേക്കും അവരൊന്ന് എന്താവുന്നില്ല, ഇൻവോൾവ് ആവുന്നില്ല. അത് നമ്മള് പറഞ്ഞത് നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവരതിലേക്ക് ഒരു സോഷ്യലൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു.
പറഞ്ഞ പോലെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ അതാണ് ഇനിയിപ്പോ അതാണ് അത് മറ്റുള്ളവരെന്താ അവരിലുണ്ട്. വിചാരിക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അവരിൽ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അത് ആ, ഈ വിഡ്രോവൽ സിംറ്റംസ് ആയിട്ടും കാണാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നിർത്തി കഴിഞ്ഞിട്ടും ഇത് അവരിൽ കാണാറുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരൊന്നും കൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള തെറാപ്പികളൊക്കെ കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഓക്കെ മാം, ഓക്കെ ഓക്കെ. ഒരു ആത്മീയ വശം കൊടുത്തു കഴിഞ്ഞാല് ഒരുപക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടാവും. നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അതിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാലേ നമുക്ക് ലൈഫ് മുന്നോട്ട് പോവാൻ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം, ഇപ്പൊ അത് ബിലീഫ് ആയിക്കോട്ടെ, അതല്ല ഇനിയിപ്പോ വീട്ടുകാരുടെ സ്നേഹം ആയിക്കോട്ടെ, അതല്ല ഒരു പാർട്ട്ണറെ ആയിക്കോട്ടെ, എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവര് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യരായിരിക്കും. അത് പിന്നെ ഈ ബിലീഫ് ആണെങ്കിൽ അങ്ങനെ ഏത് വഴിയും നമുക്ക് സ്വീകരിക്കാം. അപ്പൊ അത് അതില് നമുക്ക് ബിലീഫ് ഒരു അങ്ങനത്തെ ഒരു വിശ്വാസങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിയിൽ നമുക്ക് അവരെ ലീഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ മാം. ഒരു കുട്ടി അങ്ങനെ രക്ഷപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് കൂടെ ഒരു 3 ദിവസം കൂടെ തന്നെ എല്ലാ കാര്യത്തിലും കൂടെ തന്നെ നിന്നു. അപ്പൊ അല്പം രക്ഷപ്പെട്ടതായിട്ട് തോന്നി. പിന്നെ ഒരു അറ്റാച്ച്മെന്റ് വന്നു. അപ്പൊ അത് നമ്മളെ ബാധിക്കുമോ വീട്ടുകാരെ ബാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ഭയം നമുക്കും ഉണ്ട്. അറ്റാച്ച്മെന്റ് ഓവർ ആകുമോ എന്നുള്ളൊരു പേടി. ബിലീഫിനോട് അറ്റാച്ച്മെന്റ് കൂടി എന്നാണോ പറയുന്നത്? ഇങ്ങനത്തെ ഇപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഒരു ആത്മീയ സൈഡിലൂടെയാണ് കൊടുത്തു നോക്കിയത്, മറ്റേതേക്കാതായപ്പോൾ. ശരി അങ്ങനെ ശരി. വന്നു കഴിഞ്ഞപ്പോ അവർ ഇത്തിരിയും കൂടി അത് ഇൻവോൾവ് ആയി. കാരണം ആത്മീയ സൈഡിൽ ഒരു ഇത്തിരി സ്പിരിച്വൽ പവർ കൂടുതലാണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവരതിലേക്ക് ഒന്ന് ആദ്യം മൂടിയായി, പിന്നെ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റഡ് ആയി, പിന്നെ അത് കേൾക്കാതായി. അടുത്ത ദിവസം അവർ ഇത്തിരിയും കൂടി ബോൾഡായി. പിന്നെ ഓക്കെ. 3-ാമത്തെ ദിവസം കുറച്ച് ഒരു പ്ലേയിങ് ഔട്ടിങ് എല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോ അവർ ഇത്തിരിയും കൂടി ഇൻവോൾവ് ആയിട്ട് തോന്നി. പക്ഷെ അത് നമുക്കത് ഫുൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. അതിന്റെ കൂടെ തന്നെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്കും കഴിയാത്തൊരവസ്ഥ ഉണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് പാരന്റ്സിനെ ആ രീതിയിലേക്ക് ഏൽപ്പിക്കണോ അതോ നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാം ഏതൊരു സാധനമായാലും ഓവറായി കഴിഞ്ഞാൽ അതിന്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പാരന്റ്സിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ മാം, താങ്ക്സ്, വെരി താങ്ക്സ്. ഓക്കെ മാം, വെരി താങ്ക്സ്. ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മള് ഏകദേശം ടൈം ശരി സർ, ശരി സർ. ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈൻഡപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപേ തന്നെ ഒരു കാര്യം കൂടി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ പാരന്റ്സും മാക്സിമം കുട്ടികളുടെ ഒരു A+ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു A+ സ്റ്റുഡൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടാണ് എല്ലാവർക്കും ഉള്ളതെന്നുള്ളതാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ മറ്റ് മേഖലകൾ, സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും കുട്ടികൾക്ക് പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടാവും. അവർക്ക് ഏതെങ്കിലും ഒരു ഡിഫറെന്റ് എബിലിറ്റിയും കൂടെ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടങ്ങളും അതിനനുസരിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും. അപ്പൊ അതിനും കൂടെ ഒരു ചെറിയ രീതിയിൽ പ്രയോറിറ്റി കൊടുക്കുകയും അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുകയൊക്കെ വേണം. ഫോർ എക്സാമ്പിൾ ചിത്രം വരക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നല്ലൊരു കാര്യം കൂടെയാണ്, അല്ലേ മാം? അതെ അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളുകളൊക്കെ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു A+ എന്നുള്ള ലെവലിലേക്കാണ്. അവർക്ക് പോർഷൻ തീർക്കുക, അതോടെ അവരുടെ പണി കഴിഞ്ഞു എന്ന രീതിയിലാണ്. അതിന്റെ അപ്പുറം നീ വളർന്നു വരുന്നത് ഒരു വ്യക്തിയാണ്, അതിന് വേറെയും കുറെ സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ കുറെ കാര്യങ്ങൾ അതിനോടൊപ്പം കണക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ മക്കളെങ്കിലും ഇത്തരത്തില് ഒന്ന് സോഷ്യലൈസ് ചെയ്യാനും എല്ലാം വേണം അവർക്ക്. ഈ പറഞ്ഞതുപോലെ ഒരു ലഹരിയിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മിസ്സായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വായനയായാലും ചിന്തകളായാലും ഉള്ള കുറെ കാര്യങ്ങൾ അവരിന്ന് മിസ്സാവുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാലാണ് ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം വേണം. ഇപ്പൊ നമുക്ക് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പോ നമ്മുടെ കാലത്തും ഈ പറഞ്ഞതുപോലെ പഠനം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് A+ വാങ്ങിയവരൊന്നല്ല ഇപ്പൊ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നത്. കുറെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ വേറെ പല സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളിലേക്ക് ചേർത്തുക എന്നുള്ളതാണ്. ഓരോ സ്കില്ലും പിന്നെയും പിന്നെയും പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഒപ്പം പഠിച്ചുകൊണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ അതിനോടൊപ്പം തന്നെ ചേർന്ന് പോയാലേ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിനെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ നല്ലൊരു വ്യക്തിനെ വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രഗ്സിൽ അകപ്പെട്ടിട്ട് അല്ലെങ്കിൽ കേസുകളിൽ പെട്ട് അവരുടെ അഡിക്ഷൻ സെന്ററിൽ പോയി തിരിച്ചു വരുന്നവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അവരെ വീണ്ടും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ തെറ്റായ വഴികളിലേക്ക് അവരെ ഇനി വിടാതിരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിലേക്ക് ഏറ്റെടുത്ത് കൊണ്ടുവേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതൊരിക്കലും ഈ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റിന്റെയോ ഒന്നും റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, നമ്മളെപ്പോലെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതുപോലത്തെ ഏതെങ്കിലും കുട്ടി ഇതുപോലത്തെ വഴികളിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വഴി തിരിച്ചു കൊടുക്കാനും നല്ല മാർഗങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാവുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. സോ നമുക്ക് ഏകദേശം നമ്മുടെ വൈൻഡപ്പിന്റെ ടൈം ഓവറായി കഴിഞ്ഞിരിക്കുകയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഡോക്ടർ ആദിത്യ മാം, നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മൾക്ക് സമ്മാനിച്ചതിലും തന്നതിലും അതിനോടൊപ്പം തന്നെ ഇത്രയും വൈഡ് ആയിട്ടുള്ള നോളജസ് അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തന്നു. വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും അനാലിസിസ് ചെയ്ത് അതിനെ ഒരു ഷോർട്ട് രൂപത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷാ ശൈലിയിൽ തന്നെ മാം നമുക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. IGCയുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് മാമിന്റെ അടുത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വെബിനാറിൽ കൂടിച്ചേർന്നിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും IGCയുടെയും എന്റെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു എവ്രി വൺ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എസ്പെഷ്യലി റിയ സാറിനോട് ഒരു പ്രത്യേകം നന്ദി പറയാനുണ്ട് ഫോർ കണക്ടിങ് മീ ടു ദിസ് ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ ലിവിയാണ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. Very thanks, ma'am. Very thanks. Very, very thanks.